നമുക്ക് ഈ രാവിലെ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാമല്ലോ. ഹൈ പ്രാർത്ഥന കരെ ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല ഈ രാവിലേക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവേ, ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ നല്ലവനായ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച വിലയേറിയ ഈ സന്ദർഭത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ദിനങ്ങളൊക്കെയും അങ്ങ് ഞങ്ങളെ അത്ഭുതവും അതിശയവുമായി പരിപാലിച്ചല്ലോ. ദൈവമേ, മാസത്തിൻ്റെ കഴിഞ്ഞു പോയ എല്ലാ ദിനങ്ങളിലും അങ്ങയുടെ കൃപയും കരുണയും ഞങ്ങൾക്ക് അധികമായി അങ്ങ് പകർന്നു ഞങ്ങളെ ആദരിച്ചല്ലോ കർത്താവേ. രോഗപകർച്ചവ്യാധികളിൽ നിന്ന് ആപത്തനർത്ഥങ്ങൾ ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കർത്താവ് ഒരുക്കിയല്ലോ അപ്പാ. ഓരോ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ട ദൈവിക കരുതലുകൾ കർത്താവ് ഏർപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പുതിയ മാസത്തിൻ്റെ ഈ പ്രാരംഭ ദിവസം ദൈവസന്നിധിയിൽ ഞങ്ങൾക്കായിരുന്നു കൊണ്ട് അങ്ങേ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ നൽകുന്ന വിലയേറിയ അവസരത്തിനായിട്ട് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. വിശേഷാൽ ഇന്ന് പകലിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ദൈവമേ, നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. ആവശ്യമായ ദൈവിക കൃപയും അനുഗ്രഹവും നിന്റെ ജനത്തിൻ്റെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവെല്ലാവരെയും ശക്തീകരിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ കൃപ ചെയ്താട്ടെ. ആമേൻ. അങ്ങ് ഞങ്ങളെ പ്രത്യേകമായി അങ്ങയുടെ സന്നിധിയിൽ പാട്ടുകൾ പാടി ആരാധിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ, സ്തുതിക്കുവാൻ, ദേശ നന്മകളെ വർണ്ണിക്കുവാൻ, കർത്താവെ പ്രാർത്ഥിപ്പാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. ദൈവമേ, അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. എല്ലാ തലത്തിലും ഇന്ന് പകൽക്കാലം ഈ ആരാധന അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. എല്ലാവരുടെ മേലും ദൈവകൃപ ചൊരിയണമേ കർത്താവെ. എല്ലാ നല്ല ദാനങ്ങൾക്കും നന്മകൾക്കുമായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ തൃക്കരങ്ങൾ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ ആദരിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. ഈ പകലിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കുന്നല്ലോ. परमेश्वर के नाम की महिमा हो. ये सुबह के समय जो है हम सब एक साथ मिलकर आराधना कर सकते हैं. ഈ വർഷത്തിൻ്റെ 8ാം മാസത്തിൻ്റെ പ്രാരംഭ സമയങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ये साल के 8वें महीने के समय में आ चुके हैं हम. കഴിഞ്ഞ മാസത്തിൻ്റെ എല്ലാ ദിനങ്ങളിലും ദൈവത്തിൻ്റെ മഹാകൃപയും കരുണയും നമ്മുടെ മേലുണ്ടായിരുന്നല്ലോ. और पिछले महीने में जो है परमेश्वर की महाकृपा और उसकी दया जो है हम पर थी. വിശേഷാൽ വലിയ വിപത്തുകൾ, അനർത്ഥങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ നിറഞ്ഞതായ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് അധികമായി അനുഭവിപ്പാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. खास तौर से ये जो समय था महामारी से गुजरे, बहुत सारे विपत्ति से गुजरे और परमेश्वर की बड़ी दया और करुणा थी हम सब पर थी. വിശേഷാൽ ഇന്ന് പകലിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൽ വന്ദനം ചെയ്യുകയാണ്. और खास तौर से आराधना में भाग लेने वाले सारे भाई बहनों को वंदन करता हूँ. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ നമുക്ക് ഒത്തുചേരുവാൻ ദൈവമിടയാക്കട്ടെ. हम हमारे घरों में बैठकर ही परमेश्वर की आराधना में, उसकी उपस्थिति में हम आ सकते हैं, इसलिए बात होते हैं. കർത്താവ് എത്ര നല്ലവനാണെന്നൊരു പ്രാവശ്യം കൂടെ ഏറ്റുപറയുവാൻ ഈ പകലിടയായി തീരട്ടെ. और एक और बार पूरे मन से हम कह सकते हैं कि परमेश्वर कितना अच्छा है. യഹോവ നല്ലവൻ രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന തിരുവചനത്തിൽ പറയുന്നു. वचन कहता है कि परमेश्वर कितना अच्छा है, जरा चक्कर देख लो, उस पे शरण पाने वाला इंसान कितना भाग्यवान है. ഈ ദിനങ്ങളിലൊക്കെയും ദൈവത്തെ നല്ലവനെന്ന് അറിയുവാൻ, രുചിച്ചറിയുവാൻ ഇടയായല്ലോ. ഇതിനേക്കാൾ കാലം വീണ്ടും ദൈവം നമ്മെ എല്ലാ നിലകളിലും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. इन दिनों में परमेश्वर को हमने चक्कर देख लिया, वो कितने अच्छे हैं, आज भी उसी उसमें आगे बढ़ते रहे. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ തുറന്നുള്ള സമയങ്ങളിൽ ആയിരിക്കാം. തുറന്നുള്ള ചില സമയങ്ങൾ ചില പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അതിനുവേണ്ടി കോർനെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. प्रार्थना के साथ और स्तुति गीतों के साथ हम आगे बढ़ेंगे. पहले हम स्तुति गीत करेंगे, आराधना करेंगे, इसलिए कोयर टीम को आगे बुलाता हूँ. When I look into your holiness, when I gaze upon your loveliness, when all things that surround me become shadows in the light of you, I worship you.
is to worship you. Oh, I worship you. I worship you. The reason I live is to worship you. When I found the joy of reaching your heart, when my will becomes enthroned in your love, when all things that surround me become shadows in the light of you, I worship you. I worship you. The reason I live is to worship you. I worship you. I worship you. The reason I live is to worship you. The reason I live is to worship you. The reason I live is to worship you. Thank you, Jesus. प्रेज गॉड, परमेश्वर के नाम की महिमा हो। और एक हफ्ता परमेश्वर हम सबके जीवन में दिया कि हम उनके चरणों में आए और उनकी स्तुति आराधना करें। परमेश्वर का वचन कहता है कि हम उनकी स्तुति और उनको ऐसा प्यार करें कि हमारे पूरे मन से, पूरे दिल से, पूरे बल से हम उनकी स्तुति करें। तो आज हम अपने आप को समर्पण करें और अपने सब कुछ के साथ, पूरे बल के साथ, पूरे मन के साथ हम उनकी स्तुति करेंगे। എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ആമേൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നൂതിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും, സാരമില്ലെന്നൂതിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, തമ്പുരാന്റെ തിരുവചനമോർക്കവേ പോലാകവേ, തമ്പുരാന്റെ തിരുവചനമോർക്കവേ പോലാകവേ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ.
വെച്ചിടാനുമൻ വിശ്വസിച്ചിടാനുമൻ ആശ വെച്ചിടാനുമൻ വിശ്വമതിലാശ്വസിക്കാൻ ആശ്രയവുമേശുവാം വിശ്വമതിലാശ്വസിക്കാൻ ആശ്രയവുമേശുവാം എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ രാവിലും പകലിലും ചേലെഴുതൻ പാലനം രാവിലും പകലിലും ചേലെഴുതൻ പാലനം ഭൂവിൽ എനിക്കുള്ളതിനാൽ ബാലിനില്ല കാരണം ഭൂവിൽ എനിക്കുള്ളതിനാൽ ബാലിനില്ല കാരണം എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ പോലാകവേ തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ പോലാകവേ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ വിശ്വസിക്കുവാനുമൻ ആശ വെച്ചിടാനുമേ വിശ്വസിച്ചിടാനുമൻ ആശ വെച്ചിടാനുമേ വിശ്വമതിലാശ്വസിക്കാൻ ആശ്രയവുമേശുവാം വിശ്വമതിലാശ്വസിക്കാൻ ആശ്രയവുമേശുവാം എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ അവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ आज का दिन यहोवा ने बनाया है हम इसमें आनंदित हो आज का दिन यहोवा ने बनाया है हम इसमें आनंदित हो प्रभु को महिमा मिले चाहे हो मेरा अपमान प्रभु को महिमा मिले चाहे हो मेरा अपमान वो बड़े मैं घटूं रहे उसी का ध्यान वो बड़े मैं घटूं रहे उसी का ध्यान आज का दिन यहोवा ने बनाया है हम इसमें आनंदित हो आज का दिन यहोवा ने बनाया है हम उसमें आनंदित हो स्तुति प्रशंसा करें क्यों ना कुछ होता रहे स्तुति प्रशंसा करें क्यों ना कुछ होता रहे उसको हम बांटे रहे चाहे जहाँ भी रहे उसको हम बांटे रहे चाहे जहाँ भी रहे आज का दिन यहोवा
से आस मुझको कबूल कर ले, पापों से शुद्ध कर दे। मुझको कबूल कर ले, पापों से शुद्ध कर दे। आज का दिन यहोवा ने बनाया है, हम उसमें आनंदित हो, आनंदित हो। आज का दिन यहोवा ने बनाया है, हम उसमें आनंदित हो, आनंदित हो, आनंदित हो, आनंदित हो, आनंदित हो, आनंदित हो। हम कुछ देर और गीत गाकर परमेश्वर की स्तुति करेंगे। धन्यवाद के साथ उन्होंने जो भी भलाई हमारे लिए किया वो सबको याद करके हम धन्यवाद के साथ उनकी स्तुति करेंगे। Amen. Jesus, hallelujah. സ്തുതിക്കാം നമ്മൾ നന്ദിയാൽ സ്തുതിക്കാം പരിശുദ്ധനെ സ്തുതിക്കാം പുത്രനെ തന്ന ദൈവത്തെ സ്തുതിക്കാം സ്തുതിക്കാം നമ്മൾ നന്ദിയാൽ സ്തുതിക്കാം പരിശുദ്ധനെ സ്തുതിക്കാം പുത്രനെ തന്ന ദൈവത്തെ സ്തുതിക്കാം ആയതാ ദുർബലൻ ഞാൻ ബലവാനായി സാധു ഞാനും ധന്യനായി യേശു എൻ്റെ രക്ഷകൻ ആയതാ ആയതാ ദുർബലൻ ഞാൻ ബലവാനായി സാധു ഞാനും ധന്യനായി യേശു എൻ്റെ രക്ഷകൻ ആയതാ സ്തുതിക്കാം. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. And now let the weak say, I am strong. Let the poor say, I am rich because of what the Lord has done for us. And now let the weak say, I am strong. Let the poor say, I am rich because of
you, O Lord Jesus. Father, we thank you. Father, we thank you because through you we find strength, O Lord Jesus, Father. In you we have hope and peace, O Lord Jesus. We thank you for that, O Lord Jesus. We give you thanks with all our heart, O Lord Jesus. Father, we submit ourselves completely into your hands, O Lord, Father. Heavenly Father, Lord, we thank you, we praise you, O Lord, we glorify your name, we bless your name, O Lord Jesus. We remember everything that you have done for us, O Lord, throughout our lives, O Lord Jesus. It is because of your grace that we are alive and standing here today to praise your name, O Lord, Father. We thank you for the love that you showed for us on the cross, O Lord Jesus, Father. Every single day of our life, O Lord, in every difficult situation, O Lord, you held our hands, O Lord, you walked beside us, Father. We thank you for that. We thank you for your presence which is in our midst today, O Lord, Father. We believe that, Father, you are listening to all that we speak to you today, O Lord, Father. We pray that your presence, O Lord, resides on each and every person who is worshiping along with us, O Lord, Father. Bless them, comfort them, strengthen them, O Lord, using your strength, O Lord. We believe that you are with us, O Lord. We pray for the entire service. Let your Holy Spirit take complete control, O Lord. Let your name be glorified through us, O Lord Jesus. Thank you for hearing our prayer. In Jesus' precious name we pray. Amen. നാം കർത്താവിൻ്റെ സന്നിധിയിൽ ചില പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ ഈ അവസരങ്ങൾ ദൈവം നമുക്ക് നൽകിയല്ലോ. और परमेश्वर ने हमें अच्छा मौका दिया है जिसमें हमने थोड़े स्तुति गीत के परमेश्वर की आराधना की है. അത് ലീഡ് ചെയ്ത കൊയറിനോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. और ये आराधना लीड करने वाले कोयर टीम को जो है कृपया कर धन्यवाद कहता हूँ. വീണ്ടും നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില നിമിഷങ്ങൾ വേർതിരിക്കുകയാണ്. आगे के कुछ समय जो हम प्रार्थना के लिए बटोरेंगे. കർത്താവിൻ്റെ സന്നിധിയിൽ വിവിധ വിഷയങ്ങൾ ഓർത്ത് സഭയായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. परमेश्वर की उपस्थिति में जो है अनेक विषयों को याद करते हुए हम सभा के कलीसिया के तौर से हम प्रार्थना करेंगे. പ്രത്യേക നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ പലയിടങ്ങളിലായി പാർക്കുന്നല്ലോ. खास तौर से हमारे सारे भाई बहनों को, उनके परिवारों को याद करेंगे. हम जो है अलग अलग जगहों में रहकर रहते हैं. ചില മാസങ്ങളായി തമ്മിൽ കാണുവാൻ കഴിയാതെ ഒരുമിച്ച് കൂടി വരുവാൻ കഴിയാതെ ഒക്കെ നാം ആയിരിക്കുന്നെങ്കിലും ഇമ്മാനുവേലിൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മയൊക്കെയും അവിടങ്ങളായി ഭദ്രമായി മറയ്ക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. हम जो है कुछ समय से एक साथ मिल नहीं पाए, पर इम्मानुएल के पंखों तले परमेश्वर ने हमें सबको संभाला है. इसको धन्यवाद करते हैं. ഇന്ന് പകൽക്കാലം പരസ്പരം പ്രാർത്ഥനയിൽ നമുക്ക് അല്പസമയം ഓർക്കുവാൻ ഇടയാകട്ടെ. और आज का सुबह का समय जो है इधर भी हम प्रार्थना में एक दूसरे को याद നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. सारे परिवारों को हम परमेश्वर के हाथों में सौंपेंगे. सारे भाई बहनों को उसके हाथों में सौंपेंगे. എല്ലാവരുടെ മേലും കർത്താവിന്റെ ദൃഷ്ടിയും പരിപാലനവും വീണ്ടും ഉണ്ടാകട്ടെ. उन सब पर जो है परमेश्वर की दृष्टि और उसकी करुणा सब पर रहे. തന്റെ സുരക്ഷിതമായ ആ ചിറകിൻ മറവിൽ തന്റെ ജനത്തെ എല്ലായിടങ്ങളായി സൂക്ഷിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. और एकदम सुरक्षित स्थान जो है परमेश्वर के पंखों तले है और परमेश्वर हम सबको वहां पर संभाले. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടതായ ആത്മീയ ഭൗതിക നന്മകളെ കർത്താവ് ഉയരത്തിൽ നിന്ന് വീണ്ടും ദാനം ചെയ്യട്ടെ. हमारे भाई बहनों को जो आत्मिक और बौद्धिक आशीष चाहिए वो परमेश्वर जो है अपने हाथों से हमें दे. ആത്മീയമായ ഉയർച്ചയ്ക്കും ഉന്നതിക്കുമായിട്ട് പ്രാർത്ഥിക്കാം. आत्मिक उन्नति और बढ़ोतरी के लिए हम प्रार्थना करेंगे. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് കർത്താവ് സൗഖ്യം പകരട്ടെ. जो रोग में पीड़ित है परमेश्वर उन सबको छुटकारा दे. വിശേഷാൽ ആമേൻ ജോലി സംബന്ധമായ വിഷയങ്ങളൊക്കെ ഞെരുങ്ങുന്നവരുണ്ടല്ലോ, നമുക്ക് അവർക്കായൊക്കെ പ്രാർത്ഥിക്കാം. കർത്താവ് വഴികളെ തുറക്കട്ടെ. खास तौर से काम के संबंधित कई सारे लोग हैं जो क्लेश में है अभी. परमेश्वर उनके लिए नया रास्ता നമ്മുടെ खोले. हम പട്ടണത്തിൽ प्रार्थना ദൈവത്തിന്റെ करेंगे. വലിയ പ്രവൃത്തി അയക്കട്ടെ. നമ്മുടെ രാജ്യം സ്വസ്ഥമാകട്ടെ. വലിയ ദൈവപ്രവൃത്തി ഈ രോഗബാധയിൽ നിന്ന് നമ്മുടെ ദേശങ്ങളെ വിടുവിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. हमारे शहरों के लिए, हमारे देश के लिए प्रार्थना करें. जल्द से जल्द हम मुक्ति पाए इस महामारी से. കർത്താവിന്റെ ദാസന്മാരെ ഓർക്കാം, ദൈവവേലകളെ ഓർക്കാം, ദൈവസഭകളെ, ദൈവമക്കളെ എല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തോട് ചില സമയങ്ങൾ പ്രാർത്ഥിക്കാമല്ലോ. परमेश्वर के दासों को याद करेंगे, उनके कामों को याद करेंगे. വിശേഷാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ പല നിലകളിലും ബാധിക്കപ്പെട്ടിട്ടുണ്ടെന്നാൽ അതിന് മേലെല്ലാം ദൈവം സഹായം അയക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. हमारे बहुत सारे बच्चे हैं जिनके एजुकेशन में बहुत सारा हादसा हुआ है, रुकावटें आई है. हम उनके लिए भी प्रार्थना करें. എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ സ്തോത്രം इन ചെയ്യാം. सारे विषयों को परमेश्वर के हाथों में सौंपेंगे और धन्यवाद എല്ലാവരും करेंगे. സ്തോത്രം ചെയ്താട്ടെ. കരങ്ങളിൽ ഉയർത്തി അല്പസമയം ദൈവത്തോട് നന്ദി പറഞ്ഞു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ, ഇതുവരെ ഞങ്ങളെ കരുതിയല്ലോ. കർത്താവ് ചില എല്ലാ ഉപകാരങ്ങളും പ്രാർത്ഥനകൾക്ക് നൽകിയ മറുപടികൾക്കും അങ്ങയുടേതായ സൂക്ഷിപ്പിനുമായി ഒക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എല്ലാവരും ചേർന്ന് ഈ സന്നിധിയിൽ ഒരുമനപ്പെട്ട പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ
സുസനിത ജോൺസൺ മുൻപോട്ട് വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. जब एक साथ हम प्रार्थना करेंगे उसमें सिस्टर अनिता जॉनसन हमें प्रार्थना में अगुवाई देंगे. ആമേൻ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസനീയവും വാക്കുമാറാത്തതുമായ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ആമേൻ. സ്തോത്രം. വിശുദ്ധ ദിവസത്തിൻ്റെ പല സമയത്തിനായി കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചക്കാലം പട്ടത്തിൽ ഞങ്ങൾ അത്ഭുതം അതിശയമായി ദൈവം ഞങ്ങളെ സൂക്ഷിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. വർഷത്തിൻ്റെ കർത്താവേ, കഴിഞ്ഞ 7 മാസക്കാലം ഈ പട്ടണത്തിൽ ഞങ്ങളെ സൂക്ഷിച്ചില്ല. അനേക അനർത്ഥങ്ങൾ, ആപത്തുകളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്നൊക്കെ കർത്താവ് ഞങ്ങളെ എത്രത്തോളം വിടിവിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. ആമേൻ. ദൈവം എല്ലാ നന്മകളെ ഉപകാരങ്ങളെ ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ. അനേക പ്രിയപ്പെട്ട കഷ്ടങ്ങളുടെ, വേദനകളുടെ ഭാരങ്ങൾ കൂടി കടന്നു പോയപ്പോൾ കർത്താവേ, ആമേൻ, അവിടെ നിന്നൊക്കെയും കർത്താവിനെ കണ്ട് കൃഷ്ണണി പോലെ ഓരോ നിമിഷവും ഞങ്ങളെ സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവം ഈ പ്രതിസന്ധികളും ആ മധ്യത്തിൽ കർത്താവെ നിലനിൽക്കാൻ ആവശ്യമ ദൈവകൃപ അവൻ ഉയരത്തിൽ നിന്ന് കർത്താവ് പ്രധാനം ചെയ്ത് ഓരോ നിമിഷവും ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഇന്ന് പലകാല ഭവനങ്ങളിലായിരുന്ന കർത്താവിനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ തൻ്റെ ജനത്തെ എല്ലാം സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ. ഈ മാസത്തിൻ്റെ എല്ലാ ദിവസവും കർത്താവിൻ്റെ കൃപ ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനേക പ്രിയപ്പെട്ട കർത്താവ് രോഗങ്ങളിലും പ്രയാസങ്ങളുമായി ഹോസ്പിറ്റലും ഭവനങ്ങളുമായി വേദനയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ. അവരെയൊക്കെ നീ ആശ്വസിപ്പിക്കണമേ കർത്താവ്, സൗഖ്യമാക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദൈവത്തിൽ അസാധ്യമായതൊന്നുമില്ല കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ ആമേൻ. ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് കർത്താവ്, വിടുതലുണ്ടല്ലോ കർത്താവേ. ഇന്ന് പൽക്കാലം കർത്താവേ, ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ കരം ഞങ്ങളെ സമൂലമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയായി നിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവ്, എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എല്ലാ കുടുംബങ്ങളെയും പരിപാലിക്കണമേ കർത്താവേ. ആമേൻ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. അവരുടെ ജോലിയിടങ്ങൾ അവരെ സഹായിക്കണമേ കർത്താവേ. അവരുടെ പഠനകാര്യങ്ങൾ അവരെ സഹായിക്കണമേ കർത്താവേ. വിദ്യാഭ്യാസ മണ്ഡലങ്ങൾ കർത്താവേ, ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ അനുഭവിപ്പാൻ ഈ വർഷക്കാലം അവരെ സഹായിക്കണമേ. വിശേഷ ബുദ്ധി, ജ്ഞാനം, ദൈവം അവരുടെ മേൽ പകരുമാറാകണമേ. ദൈവത്തിൻ്റെ ഭാവി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കുമാറാകണമേ. ഇവനക്കാർക്കായ സ്തോത്രം. ദൈവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രായമുള്ളവരെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം പരിപാലിക്കണ രോഗികളെ പ്രയാസപ്പെടുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ നാൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിടുവിച്ചനായ കർത്താവിൻ്റെ കരം നീട്ടി പിന്നെയും ഞങ്ങളുടെ ജനത്തെ സൗഖ്യമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കർത്താവിൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിൻ്റെ കരം അവനെല്ലാ മക്കളും അനുഭവിക്കാൻ സഹായിക്കണമേ. ആമ ഞങ്ങളുടെ സഹോദരീസന്മാരെല്ലാം പേരുമായി നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ആമേൻ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആമ ഡോക്ടർമാർക്കായ നേഴ്സുമാർക്കായ സ്തോത്രം. ആമേനാദര സേവനം ചെയ്യുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. അവർക്ക് കൊണ്ട് ആരോഗ്യവും ബലവും സൗഖ്യവും സമാധാനവും നൽകണമേ കർത്താവെ. ആമേൻ. ഞങ്ങളുടെ കർത്താവെ, ദേശത്തെ, ഞങ്ങളുടെ പട്ടണത്തെ, ഞങ്ങളുടെ രാജ്യത്തെ എല്ലാം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നീ അവരെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ഭാരത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവ ഉണർവിൻ്റെ കാറ്റിന് നാളിൽ നീ അയക്കണമേ. ദൈവസമാധാനം കർത്താവെ ഞങ്ങളുടെ രാജ്യങ്ങൾ കൽപ്പിക്കണമേ. എല്ലാ സ്റ്റേറ്റുകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആമീ രോഗത്തിൻ്റെ ഭീതിയാൽ പ്രയാസപ്പെടുന്ന സ്റ്റേറ്റുകളുണ്ടല്ലോ കർത്താവെ, ദേശങ്ങളൊക്കെയും കർത്താവിൻ്റെ കരം നീട്ടി കർത്താവ് സൗഖ്യമാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ദേവദാസന്മാരെ, കുടുംബങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സെക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ഓൾ ഇന്ത്യ, നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. സഭാവ്യത്യാസമന്യേ പ്രവർത്തിക്കുന്ന എല്ലാ സുശേഷണ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. എല്ലാ ദേവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ദിവസങ്ങൾ കർത്താഭവനങ്ങളായിരുന്നു വിവിധ മീഡിയയിൽ കൂടി കർത്താവിനെ സ്തുതിക്കുമ്പോൾ കർത്താവിൻ്റെ നാമം ഞങ്ങളുടെ ദേശങ്ങൾ ഉയരുവാൻ സ്വർഗം സഹായിക്കണമേ കർത്താവേ. ദേശരാജ്യങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ സഹോദരീസന്മാർ പല സ്ഥലങ്ങളായി ജോലിയിലൊക്കെ ആയിരിക്കുന്നല്ലോ. ദൈവമേ, അവരായിരിക്കട്ടെ, അവരെ സൂക്ഷിക്കണം, പരിപാലിക്കണമേ. അനർത്ഥങ്ങളും രോഗങ്ങളും പ്രയാസം അവരെ വിടുവിക്കണമേ കർത്താവ്. ലോകരാജ്യങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ. ദേശത്തിന്മേൽ, രാജ്യത്തിന്മേൽ കർത്താവിൻ്റെ സമാധാനമായിരിക്കണമേ കർത്താവേ. ദൈവമേ, ഈ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന അനേക ആമേൻ ഉണ്ടല്ലോ കർത്താവേ. അവരെല്ലാം ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ സമാധാനം സ്വസ്ഥ അനുഭവിക്കാനിടയാകണമേ. മീരാ റോഡിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ബോംബെ പട്ടണത്തിനായി സ്തോത്രം. മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിൻ്റെ സമാധാന ദേശങ്ങൾ അനുഭവിക്കാനിടയാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം കർത്താവിൻ്റെ കരം ഞങ്ങളെ സമർപ്പണമായി സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയാ. സ്തോത്രമെങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവർ ലജ്ജിച്ചു പോയില്ലല്ലോ അപ്പാ. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു. ഞങ്ങളുടെ സ്ഥല കഷ്ടങ്ങളിൽ നിന്നും അമ്മേ, ഞങ്ങളുടെ സ്ഥല ഭയങ്ങൾ ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമായിരിക്കുക സ്തോത്രം. ഇന്ന് പൽക്കാലത്തിൻ്റെ കാര്യം ഞങ്ങളെ സമർപ്പണമായി സമർപ്പിക്കുന്ന കർത്താവേ. പരിശുദ്ധാത്മായ ദിവസം ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവശബ്ദത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ദിവസം ഞങ്ങൾ ഭവനങ്ങളായിരിക്കുമ്പോൾ അധികമായി ദൈവത്തോടെ തിരിപ്പാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവമേനേറി കണ്ടിരിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ഇടുന്നിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകസംഭവങ്ങളൊക്കെ എൻ്റെ കർത്താവിൻ്റെ വരനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ നിമിഷം കർത്താവ് ഇതിൻ്റെ വരനെ നോക്കി പാർത്തുകൊണ്ട് വിശുദ്ധിയിലും നിർമ്മലത്തിലും എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ജീവിക്കാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവ്. അമീൻ. വരനായി ഞങ്ങളെ ഒരു പ്രത്യാശം നിറയ്ക്കണം.
ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കർത്താവിന് സ്തോത്രം. തുടർന്നുള്ള സമയങ്ങൾ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നാം അവസരം വേർതിരിക്കുകയാണ്. परमेश्वर के नाम की महिमा हो. आगे का कुछ समय जो है हम परमेश्वर के वचन से मनन करेंगे. നമ്മുടെ ധ്യാനത്തിന് വേണ്ടി യെശയ്യാ പ്രവചനം 55 അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. आज जो अध्याय हम पढ़ने वाले हैं यशायाह की भविष्यवाणी चैप्टर 55 उसके 8 से लेकर 11 तक पढ़ेंगे. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. क्योंकि यहोवा कहता है, मेरे विचार और तुम्हारे विचार एक समान नहीं है, ना तुम्हारी गति और मेरी गति एक सी है. क्योंकि मेरे और तुम्हारे गति में और मेरे और तुम्हारे विचार में आकाश और पृथ्वी का अंतर है. जिस प्रकार से वर्षा और हिम जो है आकाश से गिरती है और वहाँ वापस नहीं लौटती, वरना वो भूमि में पड़कर उपज देती है, जिससे बोने वालों को बीज और खाने वालों को रोटी मिलती है, उसी प्रकार मेरा वचन भी होगा जो मेरे मुंह से निकलता है. वह व्यर्थ ठहराता नहीं, पास नहीं लौटता, परंतु वो मेरे इच्छा को जो है वो पूरा करेगा और जिस काम के लिए मैंने भेजा था उसी को वो सफल करके. ഈ വായിച്ച വേദഭാഗം മനുഷ്യൻ്റെ വിചാരവും ദൈവത്തിൻ്റെ വിചാരവും അഥവാ മനുഷ്യൻ്റെ വഴിയും ദൈവത്തിൻ്റെ വഴിയും എന്നുള്ളതായ ഒരു വിഷയമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ये जो भाग हमने पढ़ा है उसका ये विषय है करके परमेश्वर के विचार, इंसान का विचार और हमारे मार्ग का अंतर क्या है, അവ തമ്മിലുള്ളതായ വ്യത്യാസം, उनके बीच में जो अंतर है, ദൈവത്തിൻ്റെ വഴി ഏതെല്ലാമാണ് ഇത്യാദി കാര്യങ്ങൾ അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. परमेश्वर के मार्ग कैसे होती, ये सारे बातों का वर्णन किया गया है. യെശയ്യാ പ്രവചനം 55 അധ്യായം നാം പഠിക്കുമ്പോൾ ये जो अध्याय जब हम पढ़ते हैं 55, ദൈവത്തിങ്കിലേക്ക് ഉള്ള ഒരാഹ്വാനമാണ് അവിടെ നമുക്ക് കാണുവാൻ वहाँ കഴിയുന്നത്. पे परमेश्वर की तरफ वापस लौटने की अगुवाई दी गई है. ദാഹിക്കുന്ന ജനത്തോട്, ദ്രവ്യമില്ലാത്ത ജനത്തോട് ആമേൻ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ, ദൈവത്തിൽ നിന്ന് ആമേൻ ദാനമായി ആമേൻ ഈ ആത്മീയ രക്ഷ പ്രാപിക്കുവാനുള്ളതായ ഒരാഹ്വാനം. ये प्यासे हुए जो लोग हैं जिनके पास जो रुपए नहीं है उनको जो है परमेश्वर ऐसी आह्वान देती है करके तुम मेरे पास आओ. ഇങ്ങനെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിനു വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. और पहला वचन कहता है करके, आओ सब प्यासे लोग पानी के पास आओ, और जीवन का प्यास जो है रुपए नहीं होगा, तुम जो है भी आकर मिलकर खाओ. दाक मधु और दूध बिना रुपए और बिना दाम के पास लेकर जाओ. ആത്മീക ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി, സഫലതയ്ക്ക് വേണ്ടി വ്യർത്ഥമായുള്ള പരിശ്രമങ്ങളിൽ നിന്ന് ആമേൻ തിരിയുവാൻ വേണ്ടിയുള്ള ഒരാഹ്വാനം. आत्मिक जीवन की पूर्तिकरण और उसकी भरपूरी के लिए ऐसी आह्वान दिया गया है करके तुम जो है व्यर्थ कामों को छोड़ दो. നിങ്ങൾ തൃപ്തി വരാത്തതിന് വേണ്ടി, തൃപ്തി തരാത്തതിന് വേണ്ടിയാണ് വില മുടക്കുന്നത്. और तुम इस चीजों पे खर्च कर रहे जिससे तुम कभी तृप्त नहीं होते. നശിച്ചു പോകുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ പ്രയത്നഫലം നിങ്ങൾ ചിലവിടുന്നത്. तुम्हारे सारे कामों का फल जो है जिस जो नष्ट होने वाला है उस पे हम खर्च कर रहे हैं. നിലനിൽക്കാത്ത ഒന്നിനു വേണ്ടിയുള്ള നിങ്ങളുടെ വ്യർത്ഥമായ പരിശ്രമം വിട്ട് നിലനിൽക്കുന്ന ഒന്നിനു വേണ്ടി അധ്വാനിക്കുവാൻ അവിടെ ജനത്തോട് ആവശ്യപ്പെടുകയാണ്. और इस प्रजा से ऐसी विनती की जा रही करके तुम अपना परिश्रम उन चीजों के लिए करो जो स्थिर रहेगा. രണ്ടാമത് അവിടെ കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ ദ്രവ്യം കൊണ്ടോ നിങ്ങൾ മുടക്കുന്ന വില കൊണ്ടോ നിങ്ങളുടെ അധ്വാന ഫലം കൊണ്ടോ നേടുവാൻ കഴിയുന്ന ഒന്നല്ല ഈ ആത്മീയമായ आमेन अनुग्रहम ಎಂದು പറയുന്നു. और दूसरी बात ये लिखी करके तुम्हारे परिश्रम से, तुम्हारे धन दौलत से जो है तुम आत्मिक आशीषों को नहीं पा सकते. ആമേൻ. സകല മാനവ വർഗത്തിൻ്റെയും രക്ഷ എന്നുള്ളത്
ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ട ഒരു വിഷയമായിരുന്നു. सारे मानव जाति की रक्षा जो है परमेश्वर के प्लान के अंदर ही था. അത് മനുഷ്യന്റെ അധ്വാനം കൂടാതെ വിലമുടക്ക് കൂടാതെ ദൈവത്തിന് ദാനമായി നൽകണം എന്നുള്ളത് ദൈവത്തിന്റെ ആമേൻ ഒരു വലിയ और ഉദ്ദേശമായിരുന്നു. परमेश्वर का यही उद्देश्य करके ये जो रक्षा है इंसान के परिश्रम के बिना ही इंसान को दान दिया जाए. അതുകൊണ്ടാണ് കർത്താവായ യേശു തന്റെ പരസ്യ ശുശ്രൂഷ കാലയളവുകളിൽ ഒരിക്കൽ യെരൂശലേം ദൈവാലയത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ. इसलिए परमेश्वर यीशु जो अपनी सेवकाई के बीच में एक बार यरूशलेम के मंदिर में खड़े रहकर कहते करके जो भी प्यासे हैं मेरे पास आओ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. परिश्रम करने वाले, मेहनत करने वाले, बोझ उठाने वाले तुम सब मेरे पास आओ. ആമേൻ. കർത്താവിന്റെ അടുത്തേക്ക് ചെന്നാൽ അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കും എന്ന് കർത്താവ് और പ്രഖ്യാപിക്കുകയുണ്ടായി. परमेश्वर यहाँ पे ये कहते करके अगर तुम मेरे पास आओ तुम्हारे आत्मिक शांति मिलेगी. നിത്യജീവന് വേണ്ടിയുള്ളതായ ആമേൻ ഒരാഹ്വാനമാണ് അവിടെയും നമുക്ക് കാണുവാൻ और കഴിയുന്നത്. अनंत जीवन के लिए जो तैयारियां चाहिए वो भी बताई गई है. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്കും പോകാം എന്ന് പറയുമ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, അതേ കർത്താവേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടല്ലോ. और एक बार जब परमेश्वर अपने चेलों से कहते हैं करके अगर तुम्हें जाना है तुम जा सकते हो, मुझे छोड़कर चले जाओ. पर प्रेरित पत्रोस कहता है करके परमेश्वर हम नहीं जा सकते क्योंकि अनंत जीवन जो है सिर्फ तुझ में है. നിത്യജീവന്റെ ആമേൻ ഉറവയായ കർത്താവിനെ വിട്ടുപോകുവാൻ കഴിയാത്തവരായി കർത്താവിനോട് പറ്റി നിന്ന ശിഷ്യന്മാരാണ് പിൽക്കാലത്ത് ജീവ സന്ദേശവുമായിട്ട് ലോകമെമ്പാടും സഞ്ചരിക്കുവാനിടയായി. अनंत जीवन का स्रोता जो है सिर्फ परमेश्वर में है और यही चेले जो है परमेश्वर के साथ थे और आने वाले जीवन में जो है वो जो है अपना काम पूरा करते हैं. ये मैसेज सारे दुनिया में बांटते हैं. അപ്പോൾ ഇവിടെ നിത്യജീവന് വേണ്ടിയുള്ള ഒരാഹ്വാനമാണ് ഇതിന്റെ പ്രാരംഭ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. और यहाँ के पहले अध्याय के पहले वचनों में नित्य जीवन के लिए क्या करना है लिखा गया है. 6-ാം വാക്യം മുതൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നു, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. और 6वें वाक्य में लिखा है करके यहोवा को जब तुम ढूंढ सकते हो उसके पास जाओ, उसके निकट आओ. യഹോവയെ കണ്ടെത്താകുന്ന ഒരു സമയമുണ്ട്. और ऐसा समय है जब हम यहोवा के पास जा सकते हैं, उसे ढूंढ सकते യഹോവയെ हैं. കണ്ടെത്തേണ്ട ഒരു സമയമുണ്ട്. परमेश्वर को ढूंढने का एक समय है. ആ സമയത്ത് അവനെ അന്വേഷിച്ചാൽ, और उसी समय अगर परमेश्वर को हम खोजे, ആ സമയത്ത് അവങ്കലേക്ക് തിരിഞ്ഞാൽ, अगर उसके पास लौटे, അവനെ കണ്ടെത്തുവാനിടയായി. तब हम उसे ढूंढ पाएंगे. ആമേൻ. അക്കാലത്ത് हालेलुया. थैंक यू जीसस. ദുഷ്ടന്മാർ തങ്ങളുടെ ദുഷ്ടത വിട്ട്, നീതികെട്ടവർ തങ്ങളുടെ വിചാരങ്ങൾ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ എന്നുള്ളതായ ഒരു സന്ദേശമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. और आगे हम ऐसे पढ़ सकते हैं, दुष्ट अपने चाल चलन को और अनर्थ करने वाले अपने विचारों को छोड़कर यहोवा के पास फिर आए. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുള്ളൊരു സന്ദേശം ആമേൻ നൽകിക്കൊണ്ട് ഈ അധ്യായം ആരംഭിക്കുന്നു. और ऐसा संदेश देकर शुरू होते करके हम परमेश्वर की तरफ वापस लौटे. അതിൻ്റെ 8-ാം വാക്യം മുതൽ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ മനുഷ്യന്റെ വിചാരത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വിചാരത്തെക്കുറിച്ചും മനുഷ്യന്റെ വഴിയെക്കുറിച്ചും ദൈവത്തിന്റെ വഴിയെക്കുറിച്ചും അവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. और 8वें वाक्य से ये लिखा है करके इंसान के विचार और परमेश्वर के विचार, परमेश्वर के मार्ग और मनुष्य का मार्ग कैसा है. ഇവിടെ വിചാരം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം തോട്ട് എന്നാണ്. यहाँ पे विचार अथवा ये जो पद उपयोग किया है इंग्लिश में उसको थॉट कहता है. എന്ന് പറഞ്ഞാൽ കേവലം ആമേൻ വിചാരം മാത്രമല്ല, അല്ലെങ്കിൽ അത് ചിന്തയായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. यहाँ पे ये जो थॉट अथवा विचार जो है उसको एक चिंता के समान सोचना है. ആമേൻ. കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഒരിക്കൽ പറയുവാനിടയായി, നിങ്ങൾ ആമേൻ വിചാരപ്പെടരുത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം വറി എന്നുള്ളതാണ്. और एक बार परमेश्वर मसीह ने ऐसा कहा था करके तुम लोग को विचार नहीं करना है, तुम लोग को वहाँ पे वरी नहीं करना है. ആമേൻ. അപ്പോൾ ഇവിടെ ചിന്ത അഥവാ വിചാരം എന്ന് പറയുന്നത് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നതായ ഒരു വിശേഷതകളിൽ ഒന്നാണ്. और यहाँ पे जो विचार लिखा गया ये परमेश्वर ने इंसान को एक गुण के समान दिया गया है. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനും ആമേൻ കണ്ടെത്തുവാനും ഒക്കെയുള്ളതായ കഴിവുകളോടുകൂടിയാണ് സൃഷ്ടിച്ചത്. और जब इंसान की रचना की गई थी परमेश्वर ने उसको ऐसे रचा करके वो सोच पाएगा, अपने मार्गों को देख पाएगा, खुद ही आगे जा पाएगा. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യന് നിശ്ചയമായും ആമേൻ വിചാരമുണ്ട്, ചിന്തകളുണ്ട്. और ऐसा एक इंसान जिसको रचा गया था उसके पास अपनी ही विचार है, अपनी ही सोच है. ആമേൻ. കാരണം മനുഷ്യൻ എപ്പോഴും ആമേൻ ചിന്തിക്കുന്നവനാണ്,
ആമേൻ വിചാരപ്പെടുന്നവനാണ്. അവന് പ്രത്യേക ദൈവിക വിശേഷതകൾ ദൈവം അവന് നൽകിയിട്ടുണ്ട് അതിനു വേണ്ടി. क्योंकि इंसान जो है हमेशा सोचते रहता है, अपने चिंता में रहता है, क्योंकि परमेश्वर ने उसको खास गुण दिए गए हैं. മനുഷ്യൻ എപ്പോഴും നമുക്കറിയാം, മനുഷ്യൻ തൻ്റെതായ മാനുഷിക തലത്തിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും ആമേൻ ചിന്തിക്കുന്നത്. और यहाँ पे इंसान जो है सिर्फ उसके कैपेबिलिटीज में ही सोच सकता है. ആമേൻ അവൻ്റെ ചിന്തകൾക്ക്, അവൻ്റെ അറിവുകൾക്ക്, അവൻ്റെ കാഴ്ചപ്പാടുകൾക്ക്, അവൻ്റെ അനുഭവങ്ങൾക്ക് എല്ലാം പരിമിതികളുണ്ട്. इंसान के सोच में, उसके जानकारियों में, उसकी बुद्धि और ज्ञान में जो है सब में एक सीमा है. അവൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അവന് ചിന്തിക്കുവാൻ और सिर्फ കഴിയുകയുള്ളൂ. उसी सीमा तक हम सोच सकते हैं. ആമേൻ ഇന്നലകളുടെ ഓർമ്മകൾ ഒരു പക്ഷേ മനുഷ്യനുണ്ടായിരിക്കാം. जो कल बीता हुआ कल जो है उसका सोच विचार हमारे पास होगा. ഇന്നുകളുടെ അറിവ് മനുഷ്യനുണ്ടായിരിക്കും. आज जो ज्ञान मिल रहा है वो हमारे पास है. എന്നാൽ പലപ്പോഴും നാളെക്കുറിച്ചുള്ളതായ, നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാട്, ജ്ഞാനം മനുഷ്യന് ഇല്ലാതെ പോകും. पर आगे भविष्य में क्या होने वाला है, आगे की दृष्टि क्या है, हमारे पास नहीं है, इंसानों के पास नहीं है. ആമേൻ അതുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യൻ നാളുകളെ ഓർത്ത് ആമേൻ വറി ചെയ്യുവാനിടയായി തീരുന്നത്, ചിന്താകുലമുള്ളവനായി തീരുവാനിടയാകുന്നു. इसलिए इंसान जो है हमेशा आने वाले कल के बारे में सोच के जो है चिंतित रहता है. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുവാനിടയായി തീർന്നു, നാളുകളെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടേണ്ട. इसलिए मसीह ने एकदम अच्छी तरह से कहा करके आने वाले कल के बारे में सोचो मत, उसके बाद तुम चिंता मत करो. നിങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം കരുതുന്ന ഒരു ദൈവം, ഒരു പിതാവ് ജീവിക്കുന്നു. तुम्हारे लिए जो है सब कुछ संभाल कर रखने वाला एक पिता जो है जीवित है. എന്നാൽ പരിതാപകരമെന്ന് പറയട്ടെ, പലപ്പോഴും ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആമേൻ ഇന്നുകളെ ഓർത്ത് സന്തോഷിക്കേണ്ടതിന് പകരം ആമേൻ നാളുകളെ ഓർത്ത് വിചാരപ്പെടുകയാണ് മനുഷ്യൻ പലപ്പോഴും ചെയ്യുന്നത്. पर दुख की बात ये है करके परमेश्वर ने आज जो हमारे लिए तैयार किया है इसके बारे में आनंद ना मनाते हुए आने वाले कल के बारे में सोचते और दुखित रहते हैं. ഒരു തരത്തിൽ പറഞ്ഞാൽ പലപ്പോഴും മനുഷ്യൻ നാളുകളെക്കുറിച്ചുള്ള വിചാരത്താൽ ഇന്നുകളുടെ സന്തോഷം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. उसे हम ऐसा भी सोच सकते हैं, इंसान जो है आने वाले कल के बारे में सोचकर जो है आज जो खुशी हमें मिलनी थी उसको भी नष्ट कर देता है. ഇന്നത്തെ ദിവസത്തെക്കുറിച്ചുള്ളതായ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷം പലപ്പോഴും ചിന്തിച്ച് അല്ലെങ്കിൽ നാളുകളെക്കുറിച്ച് ചിന്തിച്ച് നഷ്ടപ്പെടുത്തി കളയുകയാണ്. और इंसान जो है आने वाले कल के बारे में सोच कर जो है आज जो आनंद मनाना था, आज जो खुशी मिलनी थी उसको नष्ट कर देता है. ഒരിക്കലൊരു മനുഷ്യൻ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുവാനിടയായി തീർന്നത്, ഓരോ ശരാശരി മനുഷ്യനും രണ്ട് കള്ളന്മാരുടെ നടുവിൽ സ്വയം ക്രൂശിക്കുന്നു. और एक बार एक इंसान ने ऐसे कहा करके हर एक साधारण इंसान जो है परमेश्वर को जिसे क्रूसित किया गया था, दो चोरों के बीच में अपने आप को क्रूस पर चढ़ाता है. ഒന്ന് ഇന്നലകളെക്കുറിച്ചുള്ളതായ ഖേദം, और एक जो है जो बीता हुआ कल है उसके बारे में सोचता है. ഇന്നലെ എനിക്ക് അത് കഴിഞ്ഞില്ലല്ലോ, ഇത് കഴിഞ്ഞില്ലല്ലോ, അങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളതായ ഖേദം. और ऐसा सोचता है करके मैंने कल ये नहीं कर पाया, ये मुझसे नहीं हो पाया. രണ്ട് നാളെക്കുറിച്ചുള്ളതായ വിചാരം. और अगली बात ये है करके आने वाले कल के बारे में सोचता है, विचार करता है. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്താകും, നാളെക്കുറിച്ചുള്ളതായ ഭാവിയെക്കുറിച്ചുള്ളതായ ആമേൻ വിചാരം. कल क्या करूंगा, कल क्या होगा, ये भविष्य कैसा होगा, ये विचार. ഈ രണ്ട് വിഷയങ്ങൾ പലപ്പോഴും നമ്മുടെ ഇന്നത്തെ പ്രവർത്തനശേഷി നശിപ്പിക്കുവാനിടയായി. ये दोनों कारणों की वजह से आज भी हमें सफलता नहीं मिलती, आज भी हमें खुशी नहीं मिलती. നാളെക്കുറിച്ചുള്ളതായ ആശങ്ക ഇന്നിൻ്റെ അനുഗ്രഹങ്ങളെ അപഹരിച്ച് കളയുവാനിടയാകും. आने वाले कल पे जो आशंका है हमारे बीच में जो है आज की खुशी को भी निपटा देती है, आज की खुशी खत्म करती है. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവായ യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ അത് വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. मत्ती का सुसमाचार 6वें अध्याय में आएंगे. അവിടെ കർത്താവിൻ്റെ പ്രഭാഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വിഷയമായിരുന്നു. അതിൻ്റെ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കർത്താവായ യേശുവിൻ്റെ പ്രഭാഷണത്തിലെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമായിരുന്നു
ആമേൻ വിചാരപ്പെടരുത് എന്നുള്ളതായ വിഷയം. और यहाँ पर जो है मत्ती के सुसमाचार 6वें अध्याय उसके 25 से लेकर जो है एक विषय एकदम परमेश्वर ने एकदम अच्छी तरह से कहा कि तुम्हें विचार नहीं करना है, चिंतित नहीं होना है. മനുഷ്യനെ വിചാരപ്പെടുത്തുന്ന 3 വിഷയങ്ങൾ അവിടെ പറയുന്നു. इंसान को चिंता में डालने वाले 3 विषय हैं. എന്ത് തിന്നും, 2 എന്ത് കുടിക്കും, എന്ത് ഉടുക്കും. 3 बातें हैं करके हम क्या खाएंगे, क्या पिएंगे और हम क्या पहनेंगे. എന്നാൽ കർത്താവ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ ഓർപ്പിക്കുന്നു. ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും विशेषതയുള്ളവരല്ലേ. और परमेश्वर वहाँ पे एकदम अच्छी तरह से व्यक्त करता है करके तुम आकाश के चिड़िया को देखो, वो कभी बीते नहीं, बोते नहीं, कभी जमा भी नहीं करके रहते, पर हम जो है उनसे भी श्रेष्ठ है. വിചാരപ്പെടുന്നത് കൊണ്ട് അർത്ഥമില്ല എന്ന് കർത്താവ് അവിടെ और പറയുകയാണ്. यहाँ पे चिंतित होने से कुछ फायदा नहीं है, परमेश्वर कहता है. നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുകയില്ല. और तुम्हारे सोच से जो है तुम अपनी लंबाई 1 गुना बढ़ा भी नहीं सकते, ना ही तुम घटा सकते हो. 30-ാം വാക്യത്തിൽ ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിച്ചു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. और ऐसा बनाया है, ऐसा कहते हैं करके जो घास बनाई है वो आज यहाँ पर है, कल नहीं रहेगी, तो अल्पविश्वासी होने वाले हमें परमेश्वर हमें कैसे बनाया है. ആകയാൽ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നുള്ളതിനെ കുറിച്ച് വിചാരപ്പെടരുത്. इसलिए ये नहीं सोचना है, इस पे चिंतित नहीं होना है करके हम क्या पिएंगे, क्या खाएंगे, क्या पहनेंगे. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ये सब जो है अन्य जाति सोचते എന്നാൽ हैं. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. पर स्वर्गीय पिता जो है ये सब हमें जरूरी है, वो जानता है. ആമേൻ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വർഗസ്ഥനായ പിതാവ് ഇവ ഒക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്നറിയുന്നു. और यहाँ पर ये बात व्यक्त किया गया है कि स्वर्ग में जो परमेश्वर है जानता है करके ये सब जरूरी है. അതുകൊണ്ട് നാളേക്കായിട്ട് വിചാരപ്പെടരുത്. इसलिए आने वाले कल के बारे में चिंतित ना हो. ആമേൻ. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. और आगे भी लिखा गया करके आने वाला कल जो है वो खुद के लिए सोचता है, आज के दिन में जो बुराई होने वाली वो होगी. എന്നാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇന്ന് നാളെക്കുറിച്ച് വിചാരപ്പെടണ്ട. ആമേൻ. ഇന്ന് നിങ്ങൾ ഇന്നത്തെക്കുറിച്ച് ചിന്തയുള്ളവരായിരിക്കും. उसका अर्थ ये हुआ करके आज जो है तुम्हें कल के बारे में नहीं सोचना है, आज जो है सिर्फ आज के बारे में सोचना है. നാളത്തേക്കുള്ളതായ ചിന്ത മനുഷ്യനെ വിചാരത്തിലും ദുഃഖത്തിലുമാക്കി കളയുവാനിടയാകും. आने वाले कल की जो सोच है उससे इंसान को जो है एकदम दुख में लेकर जाता है. ദൈവം അനുവദിക്കുന്നെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് നാളെ എന്നൊരു ദിവസം ഉണ്ടാകുകയുള്ളൂ. अगर परमेश्वर की इजाजत हो तो फिर ही जाके हमारे पास कल का एक दिन मिलेगा. നാളെ ദൈവം എനിക്കും നിങ്ങൾക്കും അനുവദിക്കുന്നെങ്കിൽ നാളേക്ക് വേണ്ടിയുള്ളതായ കരുതലും ദൈവം अगर ഒരുക്കുവാനിടയാകും. परमेश्वर हमें एक और दिन बढ़ाकर देता है तो परमेश्वर उन दिनों के लिए तैयार भी रहता है. ദൈവം തന്റെ സകല സൃഷ്ടികളെയും പുലർത്തുന്നവനായ ദൈവം. परमेश्वर जो है सारे जीव जंतुओं को चलाने वाला परमेश्वर है. ദൈവം തന്റെ സകല സൃഷ്ടികൾക്ക് വേണ്ടിയും കരുതുന്ന ദൈവമാണ്. परमेश्वर अपनी सारे सृष्टियों के लिए संभालता भी है, तैयार करता है. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം നൽകുന്ന ദൈവമാണ്. रोने वाले कौवे का बच्चा जो होगा उसके लिए भी भोजन देने वाला परमेश्वर. കാട്ടിലെ മൃഗത്തിന് അതിന്റെ ആഹാരം കൊടുക്കുവാൻ, जंगली जानवरों को उसका भोजन देने के लिए കരയുന്ന കാക്ക കുഞ്ഞിന് അതിന്റെ ആഹാരം കൊടുക്കുവാൻ, रोने वाली जो पक्षी है उसको उसका भोजन देता ആമേൻ. है. ദൈവത്തിന്റെ സകല സൃഷ്ടിജാലങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുവാൻ അറിയുന്ന ദൈവമാണ് ആമേൻ ഈ സൃഷ്ടാവായ ദൈവം. परमेश्वर की सारी रचनाओं को जो भी भोजन मिलना चाहिए वो देने वाला परमेश्वर है, അത് हमारा परमेश्वर. മാത്രമല്ല അത് തക്ക സമയത്ത് കൊടുക്കുവാൻ അറിയുന്നവനായ ദൈവം. और सिर्फ यही नहीं बल्कि सही समय में देने वाला परमेश्वर है. Praise the Lord. आमेन. ഏദൻ हालेलुया. തോട്ടത്തിൽ ദൈവം Thank you, മനുഷ്യനെ Jesus. സൃഷ്ടിക്കുവാൻ ഇടയായി തീർന്നു. एदन के बगीचे में जो है परमेश्वर ने इंसान की रचना की. എന്നാൽ ആ മനുഷ്യ സൃഷ്ടിക്ക് മുന്നമേ തന്നെ അവന് വേണ്ടിയുള്ളതായ
ഒരു തോട്ടം ദൈവം അവിടെ സൃഷ്ടിച്ചു എന്നാണ് पर उस കാണുന്നത്. इंसान के लिए जो है उसके बनाने के पहले ही उसके लिए जो भी जरूरत थी वो वाटिका को पूरा बनाया അവന് गया വേണ്ടതായ എല്ലാ ആമേൻ ഫല വൃക്ഷങ്ങളെയും ദൈവം അവിടെ और സൃഷ്ടിക്കുവാനിടയായി. उस इंसान को जो भी फल जरूरी थे उसके पहले उस वृक्षों को बनाया गया ദൈവം സൃഷ്ടിക്കുവാൻ പോകുന്ന മനുഷ്യൻ എന്തെല്ലാം ആവശ്യമുണ്ടെന്നറിഞ്ഞ് അതെല്ലാം ഉണ്ടാക്കിയ ശേഷമാണ് Hallelujah. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി. परमेश्वर जिस इंसान का रचना करने वाला था उसकी जो भी जरूरत होगी उसको सब कुछ पहले बनाया അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, Amen. എന്റെയും Hallelujah. നിങ്ങളുടെയും Thank you, ആവശ്യങ്ങൾ Jesus. അതൊരാവശ്യമായി വരുമ്പോൾ മാത്രമല്ല ദൈവം അറിയുന്നത്. Hallelujah. ആമേൻ. നമുക്കത് ആവശ്യമായി വരുന്നതിന് മുൻപേ അറിയുന്നൊരു ദൈവം ജീവിക്കുന്നു. അവൻ ഇന്നുകളിൽ തന്നെ നമ്മുടെ നാളുകളെ അറിയുന്നവനും Amen. നാളുകളെ കുറിച്ച് ആമേൻ കരുതുന്നവനുമായ ഒരു ദൈവമാണ്. और ये बात हमें ध्यान देना है करके जो परमेश्वर की सेवा हम करते हैं वो आने वाले कल के लिए जो भी जरूरत है वो सब तैयार रखता है. आज ही वो जानता है करके आने वाले कल में जो भी जरूरत होने वाला है. അതാണ് ദൈവത്തിന്റെ വിചാരവും മനുഷ്യന്റെ വിചാരവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന്. और यही है करके इंसान के विचारों में और परमेश्वर के विचारों में जो अंतर है. മനുഷ്യന് ഇന്നത്തേക്കുള്ള ചിന്തകൾ മാത്രമേ ആമേൻ അല്ലെങ്കിൽ ഇന്നുകളെ കുറിച്ച് മാത്രമേ അവൻ അറിവുള്ളൂ. എന്നാൽ നമ്മുടെ നാളുകളെ കുറിച്ച് അറിയുന്ന ഒരു ദൈവം പറയുന്നു, ആമേൻ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതും, നിങ്ങൾ വിചാരപ്പെടേണ്ട. और ये मनुष्य जो है सिर्फ आज और आने वाले कल के बारे में विचार करता है, पर इंसान पर परमेश्वर ऐसे है जो आने वाले कल को जानता है और परमेश्वर उसके लिए तैयार भी करता है. ദൈവഭക്തനായ ദാവീദ് 40-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശനാരുമില്ല. ഞാനവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം अधिकमागुनु. और भक्त होने वाला दाऊद जो है 40वें भजन संगीता उसके 5वें वचन में कहता है करके, हे मेरे परमेश्वर यहोवा, तू बहुताय से काम करता है, जो आश्चर्य का काम और अपने कल्पनाओं जो है उससे बिना, और तेरे तुल्य कोई नहीं है, और चाहे तो खोलकर भी उन्हें चिंतित ना करूं, परंतु ये जो है गिनती से भी बढ़कर है. അവിടെ താൻ പറയുന്നത്, ദൈവമേ, ഞങ്ങളെക്കുറിച്ചുള്ളതായ അഥവാ എന്നെക്കുറിച്ചുള്ളതായ നിന്റെ ചിന്തകൾ, നിന്റെ വിചാരങ്ങൾ, എനിക്ക് വേണ്ടി നീ ചെയ്ത അത്ഭുത പ്രവർത്തികൾ, ആമേൻ, ഞാൻ വിചാരിച്ചാൽ, ഞാൻ ഓർത്താൽ അവ വളരെയാകുന്നു എന്നാണ് പറയുന്നത്. और दाऊद वहाँ पर कहता है करके, परमेश्वर जो कार्य आपने मेरे लिए सोचा है, जो भी आपने मेरे लिए किया है, अगर मैं इन सबको सोचूं, अगर मैं गिनूं, तो ये बहुत सारे होंगे. ഞാൻ അതിനെ ഒന്ന് എണ്ണുവാൻ പരിശ്രമിച്ചാൽ അത് എണ്ണിക്കൂടാതെ വണ്ണം അധികമാണ്. अगर मैं इनकी गिनने की कोशिश करूं तो वो अनगिनत रहेंगे. ഹല്ലേലൂയ. താൻ അവിടെ പറയുന്ന Hallelujah. മറ്റൊരു Thank you, സത്യം Jesus. കൂടിയുണ്ട്. ഇങ്ങനെയുള്ളതായ വിചാരമുള്ള, ഇങ്ങനെയുള്ള അത്ഭുത പ്രവൃത്തികളെ ചെയ്യുവാൻ Hallelujah. കഴിയുന്ന Thank you, Jesus. നിന്നോട് സദൃശ്യൻ ആരുമില്ല എന്നാണ് ദൈവത്തെക്കുറിച്ച് താൻ और പറയുന്നത്. परमेश्वर का वर्णन ऐसा भी किया गया, दाऊद कहता है करके, ऐसे आश्चर्य का काम करने वाले और ऐसे कल्पनाएं होने वाले परमेश्वर, तेरा तुल्य कोई नहीं है. പ്രിയരെ, നമ്മെക്കുറിച്ച് മറ്റാര് ചിന്തിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായി ചിന്തിക്കുവാൻ, വിചാരപ്പെടുവാൻ കഴിയുന്ന ഒരു ദൈവം, ആ ദൈവത്തിന് തുല്യനായി ആമേൻ ആരുമില്ല. एक और बात प्रियो को जानना है करके, हमारे बारे में इतने अच्छी तरह से सोचने के लिए, इतना अच्छा सोचने के लिए परमेश्वर के तुल्य कोई नहीं है. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചിന്തിക്കാറുണ്ട്. माता पिता जो है अपने बच्चों के बारे में सोचते हैं, പക്ഷേ അതിന് ഒക്കെയും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. पर वो जितना सोचते हैं उसमें भी एक सीमा है. എന്നാൽ ദൈവത്തിൻ്റെ വിചാരം അത് പരിധികൾക്കപ്പുറമാണ്. അതാർക്കും എണ്ണുവാൻ കഴിയുന്നതല്ല. അതിനപ്പുറമായ ദൈവപ്രവൃത്തിയും വിചാരവും ദൈവമക്കൾക്ക് അനുഭവിക്കുവാൻ കഴിയും. पर परमेश्वर के काम वैसे नहीं है. परमेश्वर एकदम लिमिटलेस है. परमेश्वर के आश्चर्य कामों को जो है हम कितना भी गिने, हमारे लिए अनगिनत होगा. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ ഒരിക്കൽ ആമേൻ നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിൻ്റെ അടുക്കൽ വന്ന് അവനെക്കുറിച്ചുള്ളതായ ചില ദൈവിക കാര്യപരിപാടികളെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. दूसरा शमूएल का पुस्तक 7वां अध्याय जो है, नातान भविष्यवक्ता जो है दाऊद राजा के पास आता है और थोड़े प्लान्स बताता है. അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണ്, ദൈവം എന്തൊക്കെയാണ് അവനെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇത് അവനെ ഒരിക്കൽ വെളിപ്പെടുത്തുവാനിടയായി. और भविष्यवक्ता जो है दाऊद के पास आता है और कहता है करके, परमेश्वर ने तेरे लिए क्या प्लान्स बनाए आगे. അവനെക്കുറിച്ച്, അവൻ്റെ ഗ്രഹത്തെക്കുറിച്ച്, അവൻ്റെ സന്തതികളെക്കുറിച്ചൊക്കെയുള്ളതായ ദൈവിക
പദ്ധതികളെ വെളിപ്പെടുത്തുവാനിടയായി. और ये सारा भविष्यवक्ता बताता है करके दाऊद के बारे में, उसके घराने के बारे में, उसके संतानों के बारे में. ഇതെല്ലാം കേട്ട ശേഷം ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. Thank you, Jesus. ദൈവമേ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ എന്നാണ് 18ാം വാക്യത്തിൽ പറയുന്നത്. और 18वें वाक्य में दाऊद राजा खुद पूछता है करके, परमेश्वर तूने मुझे इतना तक बनाया है, इतना तक लेकर आया है, मेरा घराना में इसके सामने क्या है. നോക്കണമേ, അവനെക്കുറിച്ചുള്ളതായ ദൈവിക വിചാരങ്ങളുടെ ആഴം, അതിൻ്റെ ശ്രേഷ്ഠത അവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അവനെക്കുറിച്ചുള്ളതായ ദൈവിക പ്ലാനുകൾ അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ദൈവസന്നിധിയിൽ ചെന്ന് മുഴങ്കാൽ മടക്കി ആമേൻ ദാവീദിന് പറയുവാനുള്ള ഒരൊറ്റ കാര്യം, ദൈവമേ, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്, ദൈവമേ, ഇത്രത്തോളം കൊണ്ടുവരുവാൻ എൻ്റെ ആമേ ഗ്രഹം എന്തുള്ളൂ എന്നാണ്. जब दाऊद राजा को पता चला करके परमेश्वर के प्लान इतने सारे गहरे हैं, दाऊद वहां पर एक घुटने टेक कर कहता है करके, हे परमेश्वर, मैं कौन हूँ, मेरा घराना कितना है करके तूने मेरे बारे में इतना सारा सोचा है. എന്നെ കേൾക്കുന്ന പ്രിയരെ, പലപ്പോഴും നാം നമ്മുടെ മാനുഷിക നിലവാരത്തിൽ നിന്നുകൊണ്ട് പലതും വിലയിരുത്തുന്നവരായിരിക്കും. हमारे सुनने वाले भाई बहनों जो है, हम जो है इंसान की कैपेबिलिटीज में हम बहुत कुछ सोचते हैं. എന്നാൽ അതിനപ്പുറമായി ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. पर उन सारे चीजों से बढ़कर जो है परमेश्वर के पास एक लक्ष्य है, हमारे लिए एक प्लान तैयार है. 103-ാം സങ്കീർത്തനത്തിന്റെ 11ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കും. भजन संगीता 103 उसका 11वां वचन ऐसा कहता है, जैसे आकाश पृथ्वी के ऊपर ऊंचा है, वैसे ही उसकी करुणा जो है, उसके दया उसके ऊपर से प्रबल है. അവിടെ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചും ദയയെക്കുറിച്ചും പറയുന്നത് അത് ഉയർന്നിരിക്കുന്നതാണ്. वहां पर परमेश्वर की करुणा, उसकी दया के बारे में लिखा गया कि वो उच्च स्थान पर है, ऊपर है. ആമേൻ. ദൈവത്തിന്റെ വിചാരങ്ങൾ എണ്ണമില്ലാത്തത് മാത്രമല്ല, परमेश्वर की सोच जो है अनगिनती नहीं, ദൈവത്തിന്റെ വിചാരങ്ങൾ ആമേൻ തുല്യം ചെയ്യുവാൻ കഴിയാത്തത് മാത്രമല്ല, और परमेश्वर के विचार से जिसे हम तुलना भी नहीं कर सकते. ദൈവത്തിന്റെ വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നതാണ്. ആകാശം എങ്ങനെ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നുവോ അതുപോലെ ഉയർന്നിരിക്കുന്നു. और सिर्फ यही नहीं, परमेश्वर के विचार जो है उच्च विचार है. जिस प्रकार आकाश पृथ्वी से ऊपर है, वैसे उसके विचार भी है. ആമേൻ. ദൈവവചനത്തിൽ അനേക ഭക്തന്മാരുടെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. परमेश्वर के वचन में हम अनेक भक्तों की इतिहास पढ़ सकते हैं. യോസഫിനെ കുറിച്ച് അവന്റെ സഹോദരന്മാർക്ക് ഒരു വിചാരമുണ്ടായിരുന്നു, ഒരു അഭിപ്രായമുണ്ടായിരുന്നു. यूसुफ के भाइयों के पास जो है यूसुफ के लिए एक प्लान था. എന്നാൽ യോസഫിനെ കുറിച്ച് അവന്റെ സഹോദരന്മാർക്കുണ്ടായിരുന്ന വിചാരമായിരുന്നില്ല ദൈവത്തിന് അവനെക്കുറിച്ചുണ്ടായിരുന്ന വിചാരം. और यूसुफ के भाइयों के पास जो प्लान था, जो विचार था, वैसा नहीं था परमेश्वर के प्लान्स और विचार. കേവലം അവൻ കണ്ടതായ ചില ദർശനങ്ങളുടെ മുൻപിൽ സഹോദരന്മാർ അവനെ പകയ്ക്കുവാനിടയായി. और यूसुफ ने जो दर्शन देखा, उसके सामने उसके भाई क्रोधित हो गए. ആമേൻ. അവന്റേതായ ഉയർച്ചയിൽ അവർ അസൂയപ്പെടുവാനിടയായി. और उसकी बढ़ोतरी देखकर जलन भी हो गए. എന്നാൽ കാലങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ യോസഫിനെ കേവലം അവന്റെ സഹോദരന്മാർക്ക് മാത്രമല്ല, ആമേൻ, അനേക രാജ്യങ്ങൾക്ക് രക്ഷകനായി ഉയർത്തുവാനുള്ള ഒരു കാര്യപരിപാടിയായിരുന്നു ദൈവത്തിന്റെ പക്കലുണ്ടായിരുന്നത്. और परमेश्वर के विचार ऐसे थे करके सिर्फ अपने एक रक्षक बनकर, सिर्फ भाइयों के रक्षक बनकर नहीं, बल्कि अनेक देशों को बचाने के लिए एक रक्षक बनकर परमेश्वर ने उसके लिए प्लान बनाया था. സഹോദരന്മാർ യോസഫിന്റെ അരികിൽ വന്ന് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ യോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ നിങ്ങൾ വിറ്റതുകൊണ്ട് നിങ്ങൾ ആമേൻ ഭാരപ്പെടേണ്ട, ആമേൻ, ഞാൻ നിങ്ങൾക്ക് മുൻപാകെ ഇവിടെ വരണം എന്നുള്ളത് ദൈവിക പദ്ധതിയായിരുന്നു. കാരണം നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കപ്പെടണമെങ്കിൽ ആമേൻ ഞാൻ നിങ്ങൾക്ക് മുൻപാകെ ഇവിടെ എത്തേണ്ടത് ആവശ്യമാണ്. जब यूसुफ के भाई यूसुफ के सामने आकर डरे थे, तब यूसुफ ने कहा करके, डरने की जरूरत नहीं, तुमने मुझे बेच दिया, उससे कुछ नहीं होने वाला, क्योंकि परमेश्वर के प्लान में ये सब तैयार था. जो वायदा परमेश्वर ने अपनी प्रजा से किए थे, उसको पूरा करना था. പ്രിയരെ, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ മക്കളെക്കുറിച്ച്
കുറിച്ച്, നിങ്ങളുടെ തലമുറകൾ, സന്താനങ്ങളെ കുറിച്ച് ആമേൻ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായി, നിങ്ങൾ വിചാരപ്പെടുന്നതിലപ്പുറമായി, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ, കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ അപ്പുറമായി ദൈവത്തിനൊരു പദ്ധതിയും വിചാരവും ഉണ്ടെന്ന് ആർക്കറിയുവാൻ കഴിയും? एक और बार हमें सोचना है करके जो विचार हमारे लिए, जो विचार हमारे संतानों के लिए, जो विचार हमारे परिवार के लिए है, उन सब से बढ़कर जो है परमेश्वर अपने ही कैलकुलेशंस में है, परमेश्वर अपने ही विचारों में रहता है। വീണ്ടും നാം അവിടെ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിചാരങ്ങളൊന്നും നിഷ്ഫലമാകാത്തതാണ് എന്നതിന്റെ 11ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. और 11वां वाक्य कहता വാക്യങ്ങൾ 10वां और 11वां वाक्य कहता है करके परमेश्वर के जो भी विचार है वो कभी निष्फल नहीं होते, वो हमेशा सफल रहता है। മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. और 10वां वाक्य कहता है करके जिस प्रकार वर्षा और हिम आकाश से गिरती है और वापस नहीं लौटती, वैसे ही वो दुनिया पर जो है बोने वालों को बीज और खाने वालों को रोटी देती है, उसी प्रकार मेरा वचन भी होगा जो मेरे मुंह से निकलता है और व्यर्थ नहीं रहता। നോക്കണമേ, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുമ്പോൾ जैसे हमें सोचना है करके जैसे बारिश गिरती है और हिम गिरता है, ഭൂമിയിൽ വിത്ത് മുളയ്ക്കുവാനിടയായിത്തീരുന്നു. और बोने वाले का बीज जो है खिलता है। ആ വിത്ത് മനുഷ്യൻ്റെ ആഹാരമായിട്ടും വീണ്ടും വിതയ്ക്കുവാനുള്ള ആമേൻ നാളത്തേക്കുള്ളതായ വിത്തുമായിട്ട് അത് പരിണമിക്കുന്നു. और ये बीज जो है सिर्फ आज के लिए नहीं बल्कि कल भी हम बो सकते हैं, इसके लिए वो तैयार भी होता है। എന്നിട്ട് അതിനെ താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്, ഇതുപോലെയാണ് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. और उसके बारे में ऐसा कंपैरिजन किया करके ऐसे ही मेरे वचन है। ആ വചനം ഒരിക്കലും അയച്ചവന്റെ ഉദ്ദേശം നിവർത്തിക്കാതെ മടങ്ങി വരികയില്ല. और ये वचन जो है जिसने वचन को भेजा है कभी असफल नहीं होता है। ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ അയച്ച തമ്പുരാൻ എന്താണ് ആ വചനം കൊണ്ട് ലക്ഷ്യമിടുന്നത്, അത് സഫലമാക്കാതെ ഒരിക്കലും മടങ്ങി വരികയില്ല എന്നാണ് അവിടെ പറയുന്നത്. और आगे ऐसा भी लिखा है करके ये वचन जो परमेश्वर के मुंह से निकला है कभी असफल नहीं होता है। ഒരു ദൈവ പൈതലിനെ കുറിച്ച്, ഒരു ജാതിയെ കുറിച്ച്, ഒരു ദേശത്തെ കുറിച്ച് ദൈവം എന്താണ് അരുളി ചെയ്തിരിക്കുന്നത്, അത് പൂർത്തീകരിക്കാതെ മടങ്ങി വരികയില്ല. അതാണ് ദൈവിക വചനങ്ങളുടെ അല്ലെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങളുടെ വിശേഷത എന്ന് പറയുന്നത്. परमेश्वर की वचन, उसकी वाणी ऐसी है जो पूरा कर आती है। अगर एक इंसान के लिए, अगर एक प्रजा के लिए, अगर एक जाति के लिए जो वायदे उसके लिए वो पूरा कर ही वापस आती है। അതേ, അവന്റെ വിചാരങ്ങളൊന്നും നിഷ്ഫലമാകുന്നതല്ല. और उसके विचार जो है कभी निष्फल नहीं देते। യെശയ്യാപ്രവചനം 46-ാം അധ്യായത്തിന്റെ ആമേൻ 9 മുതൽ 9-10 വാക്യങ്ങൾ, 11 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 9-10 വാക്യങ്ങൾ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ഇത് ഓർത്ത സ്ഥിരത കാണിപ്പിൻ. 9-ാം വാക്യത്തിൽ, പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല. 10-ാം വാക്യത്തിൽ, ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവർത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. और ऐशा की भविष्यवाणी उसके 46 का उसका 9वां वचन कहता है करके प्राचीन काल की बातें स्मरण करो और आरंभ की बातें, क्योंकि परमेश्वर मैं ही हूँ, दूसरा कोई नहीं है। मैं ही परमेश्वर हूँ और मेरा तुल्य कोई भी नहीं है। मैं तो अंत की बातें आदि में ही प्राचीन काल में जानता हूँ। प्राचीन काल की बातें को आयु और जो आप जो है उसी में कहता हूँ। मेरी युक्ति स्थिर रहती है और अपनी इच्छाओं को मैं पूरा करूँगा। പ്രൈസ് ദി ലോർഡ്. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനായ ഒരു ദൈവം, बातों को ही आदि में जानने वाला परमेश्वर, പൂർവകാലത്ത് തന്നെ മുൻകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ നിത്യതയിൽ തന്നെ വരുവാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നവനായ ദൈവം. प्राचीन कालों की बात जो है आने वाले समय के पहले ही बताने वाला परमेश्वर। അവന്റെ ആലോചനകളൊന്നും തന്നെ നിഷ്ഫലമായി उसके പോവുകയില്ല. विचार जो है कभी असफल नहीं होते। അവന്റെ താല്പര്യം മുഴുവൻ
അവൻ നിവർത്തിക്കുവാനിടയായി और ये परमेश्वर ऐसा है जो अपने सारी इच्छाओं को पूरा करता है। സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ കാലങ്ങളുടെ ആമേൻ ഗതിഭേദത്താൽ ആമേൻ മാറ്റി പറയുന്ന ഒരു ദൈവമല്ല അവൻ. ഇന്നലെ പറഞ്ഞത് നാളുകളിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. सिचुएशंस के और हालातों को देखकर बदलने वाला परमेश्वर नहीं, जो उसने कहा था उसको पूरा करने वाला परमेश्वर है। അവന്റെ വിചാരങ്ങളുടെ അവന്റെ ആലോചനകളുടെ പ്രത്യേകത അതാണ്. और उसके विचारों की खास बात यही है, ആമേൻ ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനായ ഒരു आदि में ദൈവം. ही अंत जानने वाला परमेश्वर। ഹല്ലേലൂയ. പൂർവകാലത്ത് ആമേൻ ആമേൻ പ്രഖ്യാപിക്കപ്പെട്ടത് അരുളി ചെയ്തത് ആമേൻ ഭാവിയിൽ സംഭവിക്കുവാൻ ഇടയായി प्राचीन काल के समय जो भी बताया गया था वो जो है भविष्य में वो पूरा करता है। അവന്റെ ആലോചനകളും താല്പര്യങ്ങളും എല്ലാം അതുപോലെ നിവർത്തിക്കുകയും അനുഷ്ഠിക്കപ്പെടുകയും ചെയ്യുമെങ്കിൽ उनके विचार और उसके कामों को ऐसी ही इच्छाओं को पूरा करने वाला परमेश्वर है। ദൈവ പൈതലേ, നമ്മെ കുറിച്ചുള്ള അവന്റെ വിചാരം എത്ര ശ്രേഷ്ഠമെന്ന് നമുക്ക് ഓർക്കുവാൻ तो जरा ये भी सोचना है करके परमेश्वर के विचार हमारे लिए कितना श्रेष्ठ होगा। പ്രൈസ് ദി ലോർഡ്. आमेन, നമ്മൾ हालेलुया। 85-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും, മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ പൊട്ടിയാർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും, മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരടയാളവുമായിരിക്കും. और उसके 12 वचन से लिखा है कि क्योंकि तुम आनंद के साथ निकलोगे और शांति के साथ तुम पहुंच जाओगे, तुम्हारे आगे आगे पहाड़ और पहाड़ियों की गली जो है खोलकर जय जयकार करोगे, और मैदानों के वृक्ष जो है आनंद निकाल के तिल बेधेंगे, और बैठकाई के समय बांध के हुए बिच्छुओं भी जो है बदल कर मैदान में उग जाएंगे। അവിടെ അവന്റെ വിചാരങ്ങളുടെ വിശേഷതയാണ് കാണുവാൻ കഴിയുന്നത്. यहाँ पे उनके विचारों की खास बात लिखी गई है। ആമേൻ. മുള്ളിന് പകരം സരളവൃക്ഷം മുളപ്പിക്കുന്ന ദൈവം. कांटों के बदले जो है मेहदाई उगाने वाला परमेश्वर। ആമേൻ. പറക്കാരയ്ക്ക് പകരം കൊഴുന്തിനെ മുളപ്പിക്കുന്ന ദൈവം. और जो है कांटों के बदले भी मेहदाई और उसके बदले जो है बिच्छुओं को देने वाला परमेश्वर। സമാധാനത്തോടും സന്തോഷത്തോടും തന്റെ ജനത്തെ പുറപ്പെടുവിക്കുന്ന ദൈവം. शांति और समाधान से प्रजा को ले जाने वाला परमेश्वर। ആമേൻ. മലകളും കുന്നുകളും ആർക്കുമാറാക്കുന്നവനായ ദൈവം. पहाड़ और पहाड़ियों को जो है जय जयकार करवाने वाला परमेश्वर। ആമേൻ. വൃക്ഷങ്ങൾ കൈകൊട്ടുമാറാക്കുന്ന ദൈവം. वृक्ष जो है ताली बजाएंगे ऐसा परमेश्वर। തരിശു നിലങ്ങളെ ആമേൻ 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 ഉദ്യാനങ്ങളാക്കി മരുഭൂമിയെ ഉദ്യാനമാക്കുന്ന ദൈവം. राजस्थान को जो है वाटिका में बदलने वाला परमेश्वर। ആമേൻ. ഉണങ്ങി വരണ്ട ദേശത്തേക്ക് നീരൊഴുക്കുകളെ പുറപ്പെടുവിക്കുന്ന ദൈവം. सूखे हुए देश में पानी लाने वाला परमेश्वर। ഹല്ലേലൂയ. എല്ലാ പ്രതീക്ഷകളും മറ്റുപോയ ഇടങ്ങളിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളെ അയച്ചതിനെ ജീവിപ്പിക്കുന്നവനായ ദൈവം. जब सब कुछ वहां पे सूख गया है वहां पे परमेश्वर के कार्यों करने वाला परमेश्वर। ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വിചാരം എന്ന് പറയുന്നത്. और इससे हम परमेश्वर के विचार कहते हैं। കേൾക്കുന്ന പ്രിയരെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും ആമേൻ മുള്ളും പറക്കാരെയും മുളയ്ക്കുന്നത് പോലുള്ള അന്തരീക്ഷം सुनने वाले भाई बहनों, हमें भी ये लगता होगा कि हमारे जीवन में जो है कांटे खिले हुए हैं। എന്നാൽ അതിനെ മാറ്റി അതിനെ മേത്തരമായ ശ്രേഷ്ഠമായ ഉപയോഗപ്രദമായ ആമേൻ ഫലവൃക്ഷങ്ങളെ കൊണ്ട് നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. पर उन कांटों को हटाकर जो है एकदम सफल देने वाले वृक्ष लगाने वाला परमेश्वर है। ഹല്ലേലൂയ. അവിടേക്ക് സുഗന്ധ സസ്യങ്ങളെ മുളപ്പിക്കുവാൻ ദൈവത്തിന് और കഴിയും. वहां पर जो है फ्रेग्रेंस अथवा सुगंध देने वाले फूल को खिलाने वाला ഒരുപക്ഷെ परमेश्वर है। മരുഭൂമിക്ക് സമമായ അനുഭവമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിന്റെ പല शायद മേഖലകളും. हमारे जीवन में ऐसे अनुभव आएगा जो राजस्थान के समान है। എന്നാൽ അതിനെ ഉദ്യാനമാക്കി തീർക്കുവാൻ ദൈവത്തിന് पर उस കഴിയും. राजस्थान को भी वाटिका में बदलने वाला ഉണങ്ങി परमेश्वर വരണ്ട है। നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് सूखा हुआ इस जीवन में ആമേൻ നീർത്തോടുകളെ തിരിച്ചുവിടുവാൻ ദൈവത്തിന് കഴിയും. जल बहाने वाला परमेश्वर है। ഹല്ലേലൂയ. അതിനെ ആമേൻ. ഫലഭൂയിഷ്ടിയുള്ളതാക്കി തീർക്കുവാൻ കഴിയും. और उस देश को जो है फलदायक देश बनाने അതിനെ वाला परमेश्वर। പച്ചപ്പും ഫലവും പുഷ്പവും പൂക്കളും ഉള്ളതായ സൗരഭ്യം വീശുന്ന അനുഭവത്തിലേക്ക് പുതുക്കിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. और वहां पर हरियाली, फल और फ्रेग्रेंस देने वाला, सुगंध देने वाला परमेश्वर काबिल है। ദൈവത്തിന്റെ ഒരു പദ്ധതികളും പാളിപ്പോകയില്ല. परमेश्वर का कोई भी प्लान जो है नहीं पूरा नहीं होता। ദൈവത്തിന്റെ വിചാരങ്ങളൊന്നും ആമേൻ നിഷ്ഫലമാകയില്ല. परमेश्वर के कोई भी विचार जो है असफल नहीं होते। അവൻ നമ്മെ കുറിച്ച് വിചാരിക്കുന്ന വിചാരം ഉന്നതമാണ്,
ശ്രേഷ്ഠമാണ്. परमेश्वर जो विचार हमारे लिए करता है वो एकदम उन्नति है और श्रेष्ठ भी है। ആകയാൽ ആ ദൈവത്തിങ്കൽ നമുക്ക് പൂർണ്ണ മനസ്സോടെ ആശ്രയിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ഇടയായി और उसी തീരട്ടെ. परमेश्वर के लिए पूरे दिल से उसकी स्तुति करें। ദൈവത്തിന്റെ വഴികളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ जब परमेश्वर के मार्ग के बारे में सीखते हैं, ദൈവത്തിന്റെ വഴികൾ തികവുള്ളതാണ്. परमेश्वर की मार्ग जो है पूरी है। ഓ ദൈവത്തിന്റെ വഴികൾ ആമേൻ അപര്യാപ്തതകളെ ആമേൻ മാറ്റുന്നതാണ്. और परमेश्वर की मार्ग जो है हमारे कमी घटियों को कमी निकालने वाला है। Praise the Lord. സദൃശവാക്യം 14 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു മനുഷ്യന് തന്റെ വഴി ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികളത്രേ. और नीति वचन के 11 में लिखा करके अगर एक मनुष्य को अपना मार्ग जो अच्छा लगता है पर उस मार्ग के अंत में जो है जीवन भी नष्ट होता है। മനുഷ്യന് തോന്നും അവന്റെ വഴികൾ ചൊവ്വാണെന്ന്. इंसान को लगता है करके उसके रास्ते अच्छे हैं, പക്ഷേ അതിന്റെ അവസാനത്തെ കുറിച്ച് അവന് ബോധമില്ല. पर उस रास्ते का अंत कैसा होगा उसे नहीं पता। എന്നാൽ ആദിയെങ്കിൽ തന്നെ അവസാനം അറിയുന്നവനായ ദൈവം, पर आदि में ही अंत को जानने वाला परमेश्वर ആമേൻ ആ അപര്യാപ്തതകളെ മാറ്റി അവന്റെ വഴികളെ ആമേൻ ശോഭനമാക്കുവാൻ उस कमी घटिया को हटाता है और मार्ग को अच्छा बनाता है। ആമേൻ ലക്ഷ്യത്തിലേക്ക് ആമേൻ എത്തിക്കുന്ന വഴിയാണ് ദൈവത്തിന്റെ വഴി എന്ന് और പറയുന്നത്. परमेश्वर के मार्ग ऐसा मार्ग है जो लक्ष्य स्थान पर हमें पहुंचाता है। ഹല്ലേലൂയ. വഴിയിൽ വെച്ച് ആമേൻ, ഹല്ലേലൂയ. ആമേൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടി വരുമ്പോൾ ആമേൻ ഇതാകുന്നു ആമേൻ, ഹല്ലേലൂയ. വഴി എന്ന് പറഞ്ഞ് പിറകിൽ നിന്ന് ആമേൻ ശബ്ദം കേൾപ്പിച്ച് ശരിയായ ലക്ഷ്യത്തിലേക്ക് നടത്തുന്ന ഒരു ദൈവം. जब दाया बाएं मुड़ना है ये बताने वाला जो है पीछे से एक आवाज आएगा और कहता है करके यही मार्ग है, इस पे चुन लो और लक्ष्य पे पहुंचाता है। ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ, ഓർക്കൂ, ഹല്ലേലൂയ. നമ്മുടെ വഴികളെ കുറവ് തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി तो एक बार हमें सोचना है करके हमारे मार्ग के कमी घटियों को पूरा करने वाला നമ്മുടെ परमेश्वर, വഴികളുടെ കുറമേൻ അപര്യാപ്തതകളെ പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം हमारे कमी ജീവിക്കുന്നു. घटियों हमारे मार्ग के कमी घटियों को पूरा करने वाला ഓ, परमेश्वर जीवित है। ലക്ഷ്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. लक्ष्य स्थान पर पहुंचाने वाला परमेश्वर जीवित है। ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ഭക്തന്മാരുടെ വഴിയൊക്കെയും ദൈവം അറിയുന്നു എന്ന് യോബ് 23 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. अय्यूब का पुस्तक 23 कहता है करके भक्तों का मार्ग जो है परमेश्वर जानता है। ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 5 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ പറയുന്നു, മനുഷ്യന്റെ വഴിയിൽ യഹോവ ദൃഷ്ടി വെക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. और नीति वचन 5 के 21 में लिखा करके मनुष्य के मार्ग पर परमेश्वर की दृष्टि है। ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 26 അധ്യായത്തിന്റെ ആമേൻ 7 വാക്യത്തിൽ പറയുന്നു, ആമേൻ നീതിമാന്റെ വഴി ചൊവ്വുള്ളതാകുന്നു, നീതിമാന്റെ പാതയെ ചൊവ്വായി നിരത്തുന്നു. और परमेश्वर जो है यशायाह की भविष्यवाणी 26 के 7 में लिखता है करके नीतिमान का जो रास्ता है वो खरा रास्ता है। ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ, ശ്രദ്ധിക്കൂ, ഹല്ലേലൂയ. നമ്മുടെ വഴികളുടെ കുറവുകളെ തീർക്കുന്ന ഒരു ദൈവം, तो ऐसे सोचना है करके हमारे मार्ग के कमी घटियों को पूरा करने നമ്മെ वाला परमेश्वर, ശരിയായ പാതയിലൂടെ നയിക്കുന്നവനായ ഒരു सही ദൈവം. रास्ता दिखाने वाला परमेश्वर, ആമേൻ. നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവനായ ഒരു ദൈവം, लक्ष्य के स्थान पर पहुंचाने वाला നമ്മുടെ परमेश्वर, വഴിയിൽ ദൃഷ്ടി വെക്കുന്നവനായ ഒരു ദൈവം. हमारे मार्ग पर दृष्टि रखने वाला ഹല്ലേലൂയ. परमेश्वर, ചൊവ്വയുള്ള പാതയിൽ നമ്മെ നടത്തുന്നവനായ ദൈവം, सच्चाई के मार्ग पर चलाने ഓ, वाला നമ്മുടെ परमेश्वर, പാതകളെ നിരത്തി തരുന്നവനായ ഒരു ദൈവം. और हमारे मार्ग को जो है सीधा कर देने वाला परमेश्वर। ആമേൻ. അവൻ പറയുന്നു, നിങ്ങളുടെ വഴികൾക്ക് മീതെ എൻ്റെ വഴികൾ ഉന്നതമായിരിക്കുന്നു. और वही परमेश्वर कहता है करके तेरे मार्ग से बढ़कर है मेरा मार्ग, നിങ്ങളുടെ വിചാരങ്ങൾക്ക് മീതെ എൻ്റെ വിചാരങ്ങൾ ഉന്നതമായി. तुम्हारे विचारों से बढ़कर है मेरे विचार। ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് വിലയിരുത്തുവാൻ വിചിന്തനം ചെയ്യുവാനിടയായി തീരട്ടെ. और परमेश्वर के बच्चे जो है एक बार वापस सोच लो करके हमारा जीवन कैसा നമ്മുടെ है, ദൈവം ആരെന്നുള്ള ബോധ്യം ഒന്നുകൂടെ നമ്മെ ഭരിക്കുവാനിടയായി हमारा തീരട്ടെ. परमेश्वर कौन है इसका सही ज्ञान ले लो। ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് ആരും വിചാരപ്പെടുന്നില്ലല്ലോ, എന്നെക്കുറിച്ച് ആരും ഓർക്കുന്നില്ലല്ലോ, ആമേൻ, ചിന്തിക്കുന്നില്ലല്ലോ ഹല്ലേലൂയ. Thank you, എന്നുള്ളതായൊരു ഭാരം ആരെയെങ്കിലും ഭരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, നിങ്ങളെക്കുറിച്ച് നന്നായി അറിയുകയും
ചിന്തിക്കുകയും വിചാരപ്പെടുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. अगर हम में से कोई ऐसा सोचता है करके मेरे बारे में व्याकुल अथवा चिंता करने वाला कोई नहीं है तो तुम गलत हो. तुम्हारे बारे में विचार करने वाला सोचने वाला एक परमेश्वर जीवित है. നിങ്ങളുടെ ഭാവി എന്താകും, നിങ്ങളുടെ വഴി എന്താകുമെന്നോർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ശരിയായ ലക്ഷ്യത്തിലൂടെ നിങ്ങളെ നയിക്കുവാൻ, പാതയിലൂടെ നയിക്കുവാൻ, നിങ്ങൾക്ക് പാത ഒരുക്കി തരുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്നവനായ तुम्हारा ദൈവം. भविष्य क्या होगा, मेरे हाथ में आगे क्या होगा, अगर तुम इसमें व्याकुल हो तो तुम्हारा रास्ता बना के देने वाला, लक्ष्य स्थान पर पहुंचाने वाला एक परमेश्वर तुम्हारे അവന്റെ लिए വഴി है. ആകാശത്തിലുണ്ട്, और तुम उसके मार्ग जो है आकाश में है, അവന്റെ വഴി സമുദ്രത്തിലുണ്ട്, उसके मार्ग जो है समुद्र से है, അവന്റെ വഴി മരുഭൂമിയിലുണ്ട്. उसके मार्ग जो है राजस्थान से है. ആ ദൈവമാണ് നമ്മെ और വിളിച്ചിരിക്കുന്നത്. वही परमेश्वर ने हमें बुलाया है. അവനാണ് നമ്മോട് അക്കരയ്ക്ക് പോകുവാൻ और उसने പറയുന്നത്. कहा है करके तुम्हें उस किनारे जाना അവനാണ് है. നമ്മെ മരുഭൂമിയിൽ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ और वही നടത്താമെന്ന് परमेश्वर പറഞ്ഞത്. ने कहा है करके मैं राजस्थान से चलाऊंगा तुझे. അങ്ങനെയെങ്കിൽ ക്ഷീണിച്ചു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ദൈവാശ്രയമുള്ളവരായി ദൈവത്തിന്റെ ഹിതത്തിനായി നമ്മെ തന്നെ വിധേയപ്പെടുത്തുവാൻ, സമർപ്പിക്കുവാൻ ഇന്ന് പകൽക്കാലം വീണ്ടും ഇടയായി इसलिए जो है हमें निराश नहीं होना है, कमजोर नहीं होता, बल्कि परमेश्वर के हित के लिए हमें पूरा समर्पण करना है. എല്ലാവരുടെയും തലകളെ നമുക്ക് ദൈവസന്നിധിയിൽ इसलिए हम വണക്കാം. सारे सर ഒരു झुकाएंगे. നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. एक बार हम प्रार्थना करेंगे. ഹല്ലേലൂയ. നന്ദി ആമേൻ. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. तेरी स्तुति करते हैं അങ്ങയുടെ परमेश्वर. വചനത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. तेरे वचनों के लिए धन्यवाद ഓ, करते हैं ഞങ്ങളുടെ परमेश्वर. വിചാരങ്ങൾക്ക് മീതെ അങ്ങയുടെ വിചാരം ഉന്നതമാണ്. हमारे विचार से बढ़कर तेरे विचार है കർത്താവേ, परमेश्वर. ഞങ്ങളുടെ വിചാരമല്ല പലപ്പോഴും ഞങ്ങളെ കുറിച്ചുള്ള അങ്ങയ്ക്കുള്ള വിചാരം. हमारे विचार नहीं है तेरे विचार ഹല്ലേലൂയ. परमेश्वर. ഞങ്ങളുടെ വഴികളല്ല പലപ്പോഴും ഞങ്ങളെ കുറിച്ച് അങ്ങ് ആമേൻ പദ്ധതി ചെയ്തിരിക്കുന്ന हमारे मार्ग जो വഴികൾ. हमारे लिए तैयार करते वैसे नहीं है तेरे मार्ग ആമേൻ. परमेश्वर. ഞങ്ങളുടെ വഴികൾക്ക് മീതെ, ഞങ്ങളുടെ വിചാരങ്ങൾക്ക് മീതെ ഉന്നതമായിരിക്കുന്ന അങ്ങയുടെ വഴികൾ, അങ്ങയുടെ വിചാരങ്ങൾ എന്തെന്ന് ഈ ദിവസങ്ങൾ തിരിച്ചറിയുവാൻ, അതിന് വിധേയപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. हे परमेश्वर, तेरे विचार तेरे मार्ग क्या है जानने के लिए, परखने के लिए मदद करना ഞങ്ങൾ परमेश्वर. പലപ്പോഴും മാനുഷിക തലത്തിലാണ് കർത്താവെ ചിന്തിക്കുന്നത്. परमेश्वर हम जो है इंसान के എന്നാൽ कैपेबिलिटीज അങ്ങ് सोचते हैं ഞങ്ങൾക്ക് परमेश्वर. വേണ്ടി ദൈവിക തലത്തിൽ നിന്നുകൊണ്ട് पर ചിന്തിക്കുന്നവനാണ്. परमेश्वर आप जो है तेरे दृष्टि से देखते हैं परमेश्वर. ഹല്ലേലൂയ. അങ്ങ് ദൈവമായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നവനാണ്. परमेश्वर आप परमेश्वर हो, इसलिए आप ഹല്ലേലൂയ. हमारे അങ്ങ് लिए सोचते हैं. ദൈവമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി आप जो है വിചാരപ്പെടുന്നവനാണ്. परमेश्वर है वैसे आप विचार ഹല്ലേലൂയ. करते हैं. അങ്ങ് ദൈവമായിരുന്നു കൊണ്ട് ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ आप തയ്യാറാക്കുന്നവനാണ്. परमेश्वर हो, इसलिए हमारे लिए प्लान्स तैयार करते हैं परमेश्वर. കർത്താവേ, ഈ ദിനങ്ങളിൽ അത് തിരിച്ചറിയുവാനുള്ള ഒരു ആത്മീക ജ്ഞാനം ഞങ്ങൾക്ക് और इन തരണം. दिनों में उस प्लान्स को हमें परखने के लिए आत्मिक ज्ञान देना ഹല്ലേലൂയ. ഞങ്ങളുടെ परमेश्वर. ലക്ഷ്യം തെറ്റിക്കുവാൻ പിശാച് പരിശ്രമിക്കുമ്പോൾ शैतान जो है हमें हमारे लक्ष्य से हटाने की ഞങ്ങളെ कोशिश करता है. നിശ്ചയതയോടെ എത്തിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും ഞങ്ങൾ हमें സ്തോത്രം अनंत ചെയ്യുന്നു. जीवन तक पहुंचाने वाले सारे अनुभव के लिए धन्यवाद കർത്താവേ, करते हैं. അങ്ങ് ഞങ്ങളോട് കൃത്യമായി ഇടപെടുന്നതിനാൽ ഞങ്ങൾ അങ്ങേ आप हमसे വാഴ്ത്തുന്നു. बात करते हैं, धन्यवाद करते ഹല്ലേലൂയ. हैं നിന്റെ परमेश्वर. ആത്മാവ് ഞങ്ങളെ അതാത് സമയങ്ങളിൽ ബുദ്ധി ഉപദേശിക്കുന്നതിനാൽ സ്തോത്രം आपकी ചെയ്യുന്നു. आत्मा हमें जो है सही ज्ञान देते हैं, धन्यवाद करते അങ്ങയുടെ हैं ബലമുള്ള परमेश्वर. കരങ്ങളിലേക്ക് ഞങ്ങളെ तेरे സമർപ്പിക്കുന്നു. बलवंत हाथों में समर्पण करते ഞങ്ങളെ हैं. സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, प्रेम करने वाले स्वर्गीय पिता, അനുഗ്രഹീതമായ നല്ല പകലിനായി അങ്ങേ വാഴ്ത്തുന്നു. आशीष भरे समय के लिए धन्यवाद കർത്താവിന്റെ करते हैं. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ. तेरे वचनों से बात किया, धन्यवाद കർത്താവേ, करते हैं ഞങ്ങളെ परमेश्वर. കുറിച്ച് വിചാരപ്പെടുന്ന ഒരു കർത്താവ്, हे परमेश्वर जो हमारे बारे में विचार करता है, ഉന്നതമായ വിചാരമുള്ളവൻ, एकदम श्रेष्ठ विचार करता എണ്ണമില്ലാത്ത है, വിചാരമുള്ളവൻ, जो अनगिनत विचार है. ഹല്ലേലൂയ. ആമേൻ. ഉയർന്നിരിക്കുന്ന ആമേൻ, 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 ഉന്നതമായ ശ്രേഷ്ഠമായ വിചാരത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം श्रेष्ठ होने ചെയ്യുന്നു. वाले और ऊंचे विचारों के लिए धन्यवाद करते हैं ഹല്ലേലൂയ. परमेश्वर. ഒരിക്കലും നിഷ്ഫലമായി പോകാത്ത कभी भी निष्फल ना होने അങ്ങയുടെ वाला, വിചാരത്തിനായി ഞങ്ങൾ സ്തോത്രം तेरे ചെയ്യുന്നു. सारे കർത്താവേ. विचारों के लिए धन्यवाद करते हैं. ഹല്ലേലൂയ. വിശേഷതകളേറിയ ഞങ്ങളുടെ വിചാരത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, एकदम खास होने वाले तेरे विचारों के लिए ഓ, धन्यवाद ഞങ്ങളുടെ करते हैं കുറവുകളെ परमेश्वर. പരിഹരിക്കുന്ന, ഞങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന അങ്ങയുടെ പാതകൾക്കായി ഞങ്ങൾ സ്തോത്രം हमारे ചെയ്യുന്നു. कमी घटी को पूरा करने वाला और मार्ग के लिए धन्यवाद करते हैं परमेश्वर. കർത്താവേ, ഈ ദിനങ്ങളിൽ അങ്ങയുടെ വഴി ഞങ്ങൾ തിരിച്ചറിയുവാൻ, അങ്ങയുടെ വിചാരം ഞങ്ങൾ തിരിച്ചറിയുവാൻ, അതിൻ പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് നിത്യത വരെയും അങ്ങയുടെ കരം പിടിച്ച് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. हे परमेश्वर जो है तेरे मार्ग पर हमारे हाथों को पकड़कर अनंत जीवन तक यात्रा कर पाए, ऐसे हमें चलाना परमेश्वर. പകൽക്കാലം അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. जो वचन तूने सुना है, इससे धन्यवाद करते हैं കർത്താവേ, परमेश्वर. ഇന്ന് പകൽ നടന്ന ആരാധനയുടെ എല്ലാ ഭാഗങ്ങളും ദൈവം അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. ये सुबह की आराधना के हर भाग को तूने आशीष दे, ഇന്ന് धन्यवाद പകൽ ഈ करते हैं. ആരാധന സംബന്ധിക്കുന്ന എല്ലാ ജനങ്ങൾക്കായി
അതിനായി ഒരിക്കൽ കൂടെ സ്തോത്രം आराधना में भाग लेने वाले सारे भाई बहनों को धन्यवाद करते हैं। അനുഗ്രഹിച്ച് ശ്രേഷ്ഠമായി നടത്തുമാറാകണമേ. आशीष देकर चलाना परमेश्वर, നിശ്ചിത വരെയും നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ अनंत ഞങ്ങൾക്കിടയാകട്ടെ. जीवन तक जो है तेरी उपस्थिति हमारे എല്ലാ साथ रहे പുകഴ്ചയും ബഹുമാനവും ഞങ്ങൾ അങ്ങേക്ക് परमेश्वर। അർപ്പിക്കുന്നു. सारा आदर और महिमा तुझे देते हैं परमेश्वर। യേശുവിൻ വിലയേറിയ നാമത്തിൽ പിതാവേ. और यीशु मसीह के नाम से मांगते हैं, ആമേൻ. ആമേൻ. കർത്താവായ യേശുവിന്റെ കൃപ Thank you, നാം Jesus. ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ Amen. വിഷയങ്ങളോടും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും Thank you, Lord. ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. आमेन ആമേൻ. Praise the Lord. Praise the Hallelujah. Lord. हालेलुया। God bless you all. परमेश्वर आप सबको आशीष करे। Amen.